ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ മാത്സിൻ്റെ സെഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. അറിയാലോ, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള അറിയാം. അപ്പോൾ മാത്സിൻ്റെ അവസ്ഥ നമുക്ക് അതുപോലെ ആവരുത്. അപ്പോൾ എല്ലാവരും ഈ സെഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണുക. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ ഇനി കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യേണ്ട. ഈ സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യാതെ വർക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഗ്യാരണ്ടി. അപ്പോൾ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അറിയാം, എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, കുറച്ചൊക്കെ റിവിഷൻസ് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സെഷൻ വളരെ യൂസ്ഫുൾ ആക്കിയിട്ട് എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. R is equal to set of all ordered pair xy such that x, y element of z കേട്ടോ. എക്സും വൈയും എലമെന്റ് ഓഫ് z എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് ആണ്. റെഡി? ഇനി ശ്രദ്ധിക്കുക, എന്താ നമ്മുടെ റിലേഷൻ പറഞ്ഞിട്ടുള്ളത്? എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ. എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ. ഓക്കെ, ഈ റിലേഷൻ നമുക്ക് ഒരു ഇക്വിവാലൻസ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോ എന്തായിരുന്നു ഇക്വിവാലൻസ് റിലേഷൻ? ഒരു റിലേഷൻ എപ്പോഴാണ് മക്കളെ ഇക്വിവാലൻസ് റിലേഷൻ ആവുന്നത്? ആ റിലേഷൻ റിഫ്ലക്സീവ് ആയിരിക്കണം. ആ റിലേഷൻ സിമെട്രിക് ആയിരിക്കണം. ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആയിരിക്കണം, അല്ലേ? ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു റിലേഷൻ എന്താവുന്നത്, ഇക്വിവാലൻസ് റിലേഷൻ ആവുന്നത്. ക്ലിയർ? അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചേ, ഈ റിലേഷനിലെ എലമെന്റുകളെല്ലാം ഏത് രൂപത്തിലാ? ഓർഡേർഡ് പെയർസിന്റെ രൂപത്തിലാ, എക്സ് വൈ എന്നുള്ള രൂപത്തിലാ, അല്ലേ? ഈ എക്സിനെയും വൈനെയും പറ്റിയും പറഞ്ഞിട്ടുണ്ടല്ലോ. എക്സും വൈയും ഒക്കെ എന്താ, ഇൻറ്റീജേഴ്സ് ആണ്, അല്ലേ? അപ്പൊ ഇൻറ്റീജേഴ്സ് 1, 2, 3, 4, 0, -1, -2, -3 അവരാണ് ഇൻറ്റീജേഴ്സ്, അല്ലേ? അപ്പൊ നമുക്ക് എല്ലാ ഇൻറ്റീജേഴ്സും ജോഡികളായിട്ട് വേണോ? എല്ലാ ഇൻറ്റീജേഴ്സും നമുക്ക് വേണോ? ആവശ്യമില്ല. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളെ മാത്രം മതി കേട്ടോ. എക്സ് വൈ എന്നുള്ള ഓർഡേർഡ് പെയർ എടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ, എക്സിൽ നിന്ന് വൈയെ കുറയ്ക്കാം കേട്ടോ. ഈ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ഇതെന്തായിരിക്കണം മക്കളെ? ഒരു ഇൻറ്റീജർ ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾ മാത്രം മതി കേട്ടോ. അപ്പൊ റിഫ്ലക്സീവ് പ്രൂവ് ചെയ്യാൻ ചോദിക്കണേ. റിഫ്ലക്സീവിന്റെ കോൺസെപ്റ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു സെറ്റ് എയിൽ ഡിഫൈൻ ചെയ്ത റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ സെറ്റ് എയിലെ എല്ലാ എലമെന്റുകളും അതിനോട് തന്നെ റിലേഷനിൽ വരണം, അല്ലേ? എ റിലേറ്റഡ് ടു എ. റെഡി? എ റിലേറ്റഡ് ടു എ. റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എ എന്നുള്ള രൂപത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷന്റെ ലൈറ്റ്നെസ്സിൽ നമുക്ക് നോക്കാം എങ്ങനെ അത് റിഫ്ലക്സീവ് ആവുന്നു എന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, ഈ റിലേഷൻ എക്സ് എന്ന് പറയുന്ന ഓർഡേർഡ് പെയറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്സ് വൈ ആണെങ്കിൽ എക്സ് മൈനസ് വൈ കാണാനല്ലേ പറഞ്ഞിട്ടല്ലേ? അപ്പൊ എക്സ് ആണെങ്കിൽ മക്കളെ എക്സിൽ നിന്ന് അടുത്ത എലമെന്റ് ആരാ? അടുത്ത എലമെന്റ് എക്സ് തന്നെ അല്ലേ? കുറച്ച് എക്സ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 0 ഇൻറ്റീജർ അല്ലേ? 0 ഇൻറ്റീജർ ആണ്. അപ്പോ എക്സ് എന്ന് പറയുന്ന ആള് എന്റെ റിലേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണ്. ഡെഫിനറ്റ്ലി ഇത് എവിടെ ഉണ്ടായിരിക്കും? എന്റെ റിലേഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ലൈക്വൈസ് 1, 2, 2, -1, -1 ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും, അല്ലേ? അപ്പൊ 1, 1 ആണ്, 1 - 1 ചെയ്താൽ 0 ആണ്, ഇൻറ്റീജർ ആണ്. 2, 2 ആണ്, 2 - 2 ചെയ്താൽ ഇൻറ്റീജർ ആണ്, 0 ആണ്. റെഡി? അപ്പോ എല്ലാ എക്സ് എലമെന്റുകളുമായിട്ട് എന്ത് വരും? റിലേഷൻ വരും. ഈ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്. ദിസ് റിലേഷൻ ഈസ് റിഫ്ലക്സീവ്. റെഡി? ഇപ്പൊ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചെയ്തേ? ഫോർ ഓൾ എ എലമെന്റ് ഓഫ് സെറ്റ്, അല്ലെ? എല്ലാ എ എലമെന്റുകൾക്കും, എവിടെയുള്ള എലമെന്റ്? ഇൻറ്റീജേഴ്സിലുള്ള കേട്ടോ. എ എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ടായിരിക്കും? റിലേഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. നിർബന്ധമില്ല. ഇവിടെ കൊണ്ട് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ തന്നെ പരിപാടി കഴിഞ്ഞു. 0 ആണ്, ഇൻറ്റീജർ ആണ്, റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. റിഫ്ലക്സീവ് ആണ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു സിമെട്രിസിറ്റി. എങ്ങനെയാണ് നമ്മൾ ഒരു റിലേഷൻ സിമെട്രിക് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത്?
എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ, മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയേ. എങ്ങനെയാണ് ഒരു റിലേഷനെ നമുക്ക് സിമെട്രിക് ആണ് അല്ലയോ എന്ന് തെളിയിക്കാൻ പറ്റുന്നത്? ശ്രദ്ധിക്കുക. യെസ്, അത് തന്നെ സാധനം. ഇവിടെ നോക്കിക്കോട്ടോ. ഇഫ് എക്സ് കോമ വൈ റിലേഷനിൽ ഉണ്ട് എങ്കിൽ, സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ ദെൻ ആരുണ്ടായിരിക്കണം? വൈ കോമ എക്സ് എന്റെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇതാണ് കണ്ടീഷൻ അല്ലെ? ഓരോ എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആറിനും എന്തുണ്ടായിരിക്കണം? തിരിച്ച് വൈ കോമ എക്സ് എന്ന് പറയുന്ന എലമെന്റ് റിലേഷനിൽ ഉണ്ടായിരിക്കണം. കണ്ടീഷൻ അതാ അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? നിങ്ങൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓർഡർ പെയർ എടുക്കാം. ഇപ്പൊ ഞാൻ എടുത്തു 1,2 അല്ലെ? 1,2. ഇപ്പൊ ഇത് x1 ആണ്, y2 ആണ്. മക്കളെ 1 - 2 ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ -1 ആണ്. ഈ -1 എന്ന് പറയുന്ന ആള് ഇൻറ്റീജർ അല്ലേ? അതെ, ഇൻറ്റീജർ ആണ്. ഓക്കെ, ഇപ്പൊ ഇൻറ്റീജർ ആയതുകൊണ്ട് തന്നെ 1,2 എന്ന് പറയുന്ന ആള് എവിടെയുണ്ട് എന്റെ റിലേഷനിൽ? R എന്ന് പറയുന്ന റിലേഷനിൽ മെമ്പർ. റെഡി? ഇപ്പൊ 1,2 ഉണ്ട്. 1,2 ഉണ്ട് എങ്കിൽ നമുക്ക് ആരെ ചെക്ക് ചെയ്യണം? 2,1 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? 2,1 ചെക്ക് ചെയ്യാം. യെസ്, എക്സ് കോമ വൈയില് എക്സ് മൈനസ് വൈ ചെയ്യണം അല്ലെ? അപ്പൊ 2,1 2 - 1 ചെയ്യുമ്പോൾ ആൻസർ 1 അല്ലേ? 1 എന്ന് പറയുന്നതും ഇൻറ്റീജർ അല്ലേ? അതെ, 1ഉം ഇൻറ്റീജർ ആണ്. കറക്റ്റ്. അപ്പൊ ഡെഫിനറ്റ്ലി ആരും എലമെന്റ് ആണ് മക്കളെ? 2,1ഉം എലമെന്റ് ഓഫ് ആർ ആണ്. റെഡി? 1,2 ഉണ്ട് എങ്കിൽ സിമെട്രിക് ആവേണ്ട കണ്ടീഷൻ 2,1 ഉണ്ടായിരിക്കണം. ക്ലിയർ ആണ്? സിമെട്രിക് ആണ്. ഓക്കെ, റിലേഷൻ ആർ ഇസ് സിമെട്രിക്. റെഡി? അപ്പൊ റിഫ്ലക്സീവ് ആയി, സിമെട്രിക് ആയി. ഇനി നമുക്ക് ആരെ ഡിസ്കസ് ചെയ്യണം? ട്രാൻസിറ്റീവിനെ ഡിസ്കസ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ട്രാൻസിറ്റീവിനെ പറ്റി കുറച്ചധികം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കുക, എപ്പോഴാണ് ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആവുന്നത്? എപ്പോഴാണ് റിലേഷൻ ട്രാൻസിറ്റീവ് ആവുന്നത്? യെസ്, എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. എപ്പോഴാണ് റിലേഷൻ ട്രാൻസിറ്റീവ് ആവുന്നത് എന്ന് ഒന്ന് റിവൈസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പൊ 3 എലമെന്റ്സ് ഉണ്ടാവും എക്സ് വൈ സെഡ് അല്ലേ? നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ട്രാൻസിറ്റീവിൽ ഉണ്ടായിരുന്നത്. റെഡി? എക്സ് കോമ വൈ അതുപോലെ വൈ കോമ സെഡും, എക്സ് കോമ വൈയും അതുപോലെ വൈ കോമ സെഡും എന്റെ റിലേഷനിലെ മെമ്പർ ആണ് എന്നിരിക്കട്ടെ. എക്സ് കോമ വൈയും വൈ കോമ സെഡും എന്റെ റിലേഷനിൽ മെമ്പർ ആണ്. ദെൻ ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ മക്കളെ ശ്രദ്ധിക്കുക, എക്സ് കോമ സെഡും എവിടെ ഉണ്ടായിരിക്കണം? റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇതായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ. റെഡി? ഓക്കെ, ഇനി ഇവിടെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു സംഗതി കൂടി ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, നമുക്ക് എക്സ് കോമ വൈ ഉണ്ട്, എക്സ് കോമ വൈ എന്നുള്ള രൂപത്തിലുള്ള ഒരാളുണ്ട് കേട്ടോ. പക്ഷെ അവിടെ വൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ ഇല്ല. അതായത് വൈക്കോമ എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ ആ കേസിലും ഈ റിലേഷൻ എന്തായിട്ട് മാറും? ട്രാൻസിറ്റീവ് ആയിട്ട് മാറും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. എക്സ് കോമ വൈ ഉണ്ട്. റെഡി? വൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ നിങ്ങൾക്ക് അവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കൂടിയും ആ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ആ കണ്ടീഷൻ വിടാതെ പഠിക്കണം. റെഡി? ആദ്യത്തെ കണ്ടീഷൻ ഓർത്തിരിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സ് വൈയും വൈ സെഡും ഉണ്ട് എങ്കിൽ എക്സ് സെഡ് ഉണ്ടായിരിക്കണം. റെഡി? രണ്ടാമത്തത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, എക്സ് കോമ വൈ ഉണ്ട്. സി ഇപ്പൊ 1,2 ഉണ്ട്. ആ റിലേഷനിൽ നിങ്ങൾക്ക് 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡർ പെയർ കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ കേട്ടോ, അന്നേരവും ഈ റിലേഷൻ എന്താണ് മക്കളെ? ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, നമുക്ക് ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ട്രാൻസിറ്റീവിന്റെ മൊത്തം കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമുക്ക് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുക? എല്ലാവരും ശ്രദ്ധിച്ചേ. അപ്പൊ ഞാൻ ഒരു ഓർഡർ പെയർ എടുത്തു 1,3. 1,3 എന്റെ റിലേഷനിലെ മെമ്പർ ആണോ? എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? 1 - 3 ചെയ്യൂ. 1 - 3 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -2 കിട്ടുന്നത്. -2 ഇൻറ്റീജർ അല്ലേ? അപ്പൊ ഡെഫിനറ്റ്ലി 1,3 എന്ന് പറയുന്ന ആള് എന്റെ റിലേഷനിലെ മെമ്പർ. റെഡി? ഇവിടെ 3 സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർ പെയർ 3,5 ഞാൻ എടുക്കാം. 3,5 മക്കളെ 3 - 5 ചെയ്യുമ്പോഴും ആൻസർ -2 ആണ്. -2 ഇൻറ്റീജർ ആണ്. ഓക്കെ, അപ്പോ 3,5ഉം എന്റെ റിലേഷനിലെ മെമ്പർ ആണ്. നോക്കടാ, 1,3 3 സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർ പെയർ 3,5 അത് രണ്ടും ഉണ്ട് അല്ലേ? ഇനി നമ്മൾ ഏത് ഓർഡർ പെയറിനെ ചെക്ക് ചെയ്യണ്ടേ? 1,5 അല്ലേ? ചെക്ക് ചെയ്തോ. 1 - 5 ചെയ്യുമ്പോൾ -4 കിട്ടും.
-4 ഇൻറ്റീജർ ആണ് അല്ലേ? ഡിഫറൻസ് കാണുമ്പോൾ ഇൻറ്റീജർ കിട്ടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. റെഡി? -4 ഇൻറ്റീജർ ആണ്. സോ ഡെഫിനറ്റ്ലി 1,5 എന്ന് പറയുന്ന ആളും എവിടെ എന്റെ മെമ്പറാണ്? റിലേഷനിലെ മെമ്പറാണ്. റെഡി? അപ്പോ x, y, y, z, x, z 3 ആളും ഉണ്ട്. റെഡി? 1, 3, 3, 5, 1, 5. Therefore R is transitive. R is transitive. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. സോ ദ റിലേഷൻ R is equivalence. കേട്ടോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഷോ ദാറ്റ് ദ റിലേഷൻ R in real numbers defined as R is equal to set of all ordered pair A, B such that A less than or equal to B. ഇതാണ് കണ്ടീഷൻ. രണ്ട് ഓർഡർഡ് പേഴ്സ് ഉണ്ട് എങ്കിൽ A less than or equal to B. നമുക്ക് എന്താ തെളിയിക്കണ്ടേ? ഇറ്റ് ഈസ് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. സിമെട്രിക് അല്ല എന്ന് തെളിയിക്കണം. റെഡി? അപ്പൊ എങ്ങനെയാ നമ്മൾ റിഫ്ലക്സീവ് തെളിയിക്കുക? ശ്രദ്ധിച്ചേ. അപ്പൊ ഞാൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ ശ്രദ്ധിക്കുക, 1,1 അല്ലെ, 2,2, 3,3 അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ? അപ്പോ എന്റെ ഓർഡേഡ് പെയർ A, B ആണെങ്കിൽ, ഓർഡേഡ് പെയർ A, B ആണെങ്കിൽ എങ്ങനെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓർഡേഡ് പെയർ സച്ച് ദാറ്റ് A less than or equal to B എന്നല്ലേ? A less than or equal to B. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളെയാണ് വേണ്ടത്. റെഡി? അപ്പൊ ഞാൻ 1,1 എടുക്കുന്ന സമയത്ത്, 1,1 എടുക്കുന്ന സമയത്ത് ഇവിടെ എയും 1 ആണ്, ബിയും 1 ആണ് അല്ലെ? കൊടുത്തേ 1 less than or equal to 1. ഇത് ശരിയല്ലേ? അല്ലേ? അത് ശരിയല്ലേ? 1 less than or equal to 1 ആണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഒന്ന് ലെസ് ദാൻ 1, ഒന്ന് ഈക്വൽ ടു 1. മക്കൾ ഇത് തെറ്റാണെങ്കിൽ കൂടി ഇത് ശരിയല്ലടാ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓർ ആണ് വരുന്നെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ലെസ് ദാനും ഈക്വൽ ടു അല്ലെ? അതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 1 ഈക്വൽ ടു 1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയായത് കൊണ്ട് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ട്രൂ ആണ്, ശരിയായുള്ള കാര്യം. Ready? So we can say R is reflexive. R is reflexive. Okay? ഇനി എങ്ങനെ നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും? ട്രാൻസിറ്റീവിന്റെ കേസ് ഇപ്പൊ ഞാൻ 1,2 എടുത്ത് വെച്ചു. 1,2 എങ്ങനെ ഡിഫൈൻ ചെയ്തത്? 1,2 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇത് ശരിയല്ലേ? ഒന്ന് രണ്ടിനേക്കാൾ ചെറുതല്ലേ? കറക്റ്റ് അല്ലേ? രണ്ട് സ്റ്റേറ്റ്മെന്റാ. ഒന്ന് ലെസ് ദാൻ 2, 1 ഈക്വൽ ടു 2. ഇത് തെറ്റാണെങ്കിൽ കൂടി മക്കൾ ഇത് ശരിയല്ലടാ. ശരിയാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാൻ പറ്റും കേട്ടോ. ഇവിടെ 1 ലെസ് ദാൻ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ഇപ്പൊ 1,2 എന്റെ റിലേഷനിലെ മെമ്പർ ആയിരിക്കും. റെഡി? യെസ്. ഇനി 2 സ്റ്റാർട്ടിംഗ് ഓർഡർ പേര് 2,4 എടുത്ത് 2,4 എന്താ അവസ്ഥ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇതും ശരിയല്ലേ? അല്ലേ? 2 4നേക്കാൾ ചെറുതല്ലേ? കറക്റ്റാ. റെഡി? സോ 2,4 എന്ന് പറയുന്ന ആളും എവിടെ എന്റെ മെമ്പറാണ്? റിലേഷനിലെ മെമ്പറാണ്. എടാ 1,2ഉം 2,4ഉം മെമ്പേഴ്സാണ്. ഇനി ട്രാൻസിറ്റീവ് ആണ് തെളിയിക്കാൻ നമ്മൾ ആരെയാ ചെക്ക് ചെയ്യണ്ടേ? ചെക്ക് ചെയ്യടാ 1,4 അല്ലേ? 1,4 എങ്ങനെ ചെക്ക് ചെയ്യും മക്കളെ? 1 ലെസ് ദാൻ ഈക്വൽ ടു 4. ഇതും ശരിയല്ലേ? 1 എന്ന് പറയുന്ന നമ്പർ 4നേക്കാൾ ചെറുതല്ലേ? രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. 1 ലെസ് ദാൻ 4 ഉണ്ടാവും, 1 ഈക്വൽ ടു 4 ഉണ്ടാവും. ഇത് തെറ്റാന്ന് നമുക്കറിയാം അല്ലേ? ഏതെങ്കിലും ഒന്ന് ശരിയാൻ മതി. ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ശരിയാൻ മതി അല്ലേ? 1 ലെസ് ദാൻ 4 ഇത് കറക്റ്റാ. റെഡി? സോ R is ട്രാൻസിറ്റീവ്. R is ട്രാൻസിറ്റീവ്. ക്ലിയർ ആണോ? റിഫ്ലക്സീവുമാണ്, ട്രാൻസിറ്റീവുമാണ് എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ബട്ട് നോട്ട് സിമെട്രിക്. സിമെട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? സിമെട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ശ്രദ്ധിക്കുക, സിമെട്രിസിറ്റി കണ്ടീഷൻ എന്തായിരുന്നു? A, B ഉണ്ട് എങ്കിൽ എന്തുണ്ടായിരിക്കണം? B, Aയും ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ, ഞാനിപ്പോ ഇവിടെ 1,2 എടുത്തല്ലോ. 1,2 എന്ന് പറയുന്ന എലമെന്റ് ഓർഡേഡ് പെയർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളല്ലേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? 1 2നേക്കാൾ ചെറുത്, 1 ഈക്വൽ ടു 2. ഇത് തെറ്റാണെങ്കിൽ കൂടിയും ഇത് ശരിയാണല്ലോ. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? 1,2 എന്ന് പറയുന്ന ആള് ഈ റിലേഷനിലെ മെമ്പർ ആണ്. റെഡി? ഇനി സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ തിരിച്ചുള്ള ഓർഡേഡ് പെയർ 2,1 ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ഇതാ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് ശരിയാണോ മക്കളെ? രണ്ട് സ്റ്റേറ്റ്മെന്റാ. ഒന്ന് 2 ലെസ് ദാൻ 1ഉം 2 ഈക്വൽ ടു 1ഉം. ഇത് എന്തായാലും അല്ലല്ലോ. രണ്ടും ഒന്ന് ഈക്വൽ അല്ലല്ലോ. 2 1നേക്കാൾ ചെറുതാണോ? അതും അല്ലല്ലോ. രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ആ ഇനീക്വാളിറ്റി മൊത്തത്തിൽ തെറ്റാ.
റെഡി? അപ്പൊ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ 2,1 എന്ന് പറയുന്ന ആള് എവിടെ ഉണ്ടാവില്ല? എന്റെ റിലേഷനിൽ ഉണ്ടാവില്ല. 1,2 ഉണ്ട്, ആരില്ല? 2,1 ഇല്ല. സോ റിലേഷൻ R നമുക്ക് എന്ത് പറയാം? R എന്ന് പറയുന്ന ആള് ഒരു കാരണവശാലും എന്തായിരിക്കില്ല മക്കളെ? R is not symmetric. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്തു, സിമെട്രിക് അല്ല എന്നും നമ്മൾ പ്രൂവ് ചെയ്തു കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ റിലേഷൻ R ഇൻ ദ സെറ്റ് 1 2 3 സെറ്റ് 1 2 3 given by R is equal to ഇവിടെ ഡയറക്ട്ലി നമുക്ക് പ്രൊസസർ ഫോമിൽ തന്നിട്ടുണ്ട് കേട്ടോ. 1 1 2 2 3 3 1 2 2 3. എന്താ പ്രൂവ് ചെയ്യണ്ടേ? റിഫ്ലക്സീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ബട്ട് നെയ്തർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. സിമെട്രിക്കുമല്ല ട്രാൻസിറ്റീവുമല്ല എന്ന് പ്രൂവ് ചെയ്യണം. എപ്പോഴാണ് ഇത് റിഫ്ലക്സീവ് ആവുന്നത്? സെറ്റ് എയിലെ എല്ലാ എലമെന്റുകളും അവകളോട് തന്നെ എന്ത് വേണം? റിലേഷനിൽ വരണം അല്ലെ? സെറ്റ് എയിലെ എലമെന്റ്സ് ഏതൊക്കെയാ? 1 2 3 അല്ലെ? അപ്പോ 1 എന്ന് പറയുന്ന ആള് ഷുഡ് റിലേറ്റഡ് ടു 1 ഇറ്റ്സെൽഫ് അല്ലെ? 1 ഷുഡ് റിലേറ്റഡ് ടു 1, 2 ഷുഡ് റിലേറ്റഡ് ടു 2, 3 ഷുഡ് റിലേറ്റഡ് ടു 3. അതായത് 1, 1, 2, 2, 3, 3. ഈ 3 ഓർഡേഡ് പേഴ്സ് അവിടെ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഇല്ലേ? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. റെഡി? അപ്പോ R എന്ന് പറയുന്ന റിലേഷൻ ഈസ് റിഫ്ലക്സീവ് കേട്ടോ. ശ്രദ്ധിക്കണടാ. ഇപ്പൊ 3, 3 അവിടെ തന്നിട്ടില്ല എന്നിരിക്കട്ടെ. അപ്പൊ ചാടിക്കയറി എന്ത് എഴുതണം? R ഈസ് നോട്ട് റിഫ്ലക്സീവ് എന്ന് എഴുതണം. റെഡി? എല്ലാ എലമെന്റുകളും അതിനോട് റിലേഷനിൽ വരണം. റെഡി? യെസ്. ഇനിയിപ്പോ ഇവിടെ ഒരു 4 കൂടി ഉണ്ടെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഏത് ഓർഡേഡ് പെയർ കൂടി വേണം? 4,4 എന്നുള്ള ഓർഡേഡ് പെയർ കൂടി അവിടെ എക്സിസ്റ്റ് ചെയ്യണം. റെഡി? അപ്പൊ റിഫ്ലക്സീവ് തെളിയിക്കുന്നത് ഓക്കെ അല്ലേ? ഇനി എങ്ങനെ നമ്മൾ സിമെട്രിസിറ്റി ചെക്ക് ചെയ്യണ്ടേ? A,B ഉണ്ട്, B,A ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അതാ ഈ 1 1 2 2 3 3 ഒക്കെ എടുത്തിട്ട് കാര്യമില്ല, കാരണം തിരിച്ചിട്ടാണ് സെയിം തന്നെ കേട്ടോ. അതല്ലാതെ വരുന്ന ആള് നോക്കിയേ, 1,2 എന്റെ റിലേഷന്റെ മെമ്പറാ അല്ലേ? നിങ്ങൾ ചെക്ക് ചെയ്ത മക്കളെ, 2,1 എന്ന് പറയുന്ന ആള് അവിടെ ഉണ്ടോ? 2,1 എന്ന് പറയുന്ന ആൾ അവിടെ ഇല്ല, നോട്ട് എലമെന്റാ. റെഡി? സോ R എന്ന് പറയുന്ന ആള് ഈസ് നോട്ട് സിമെട്രിക്. കിട്ടിയോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? R ഈസ് നോട്ട് സിമെട്രിക്. യെസ്. ഇനി ശ്രദ്ധിക്കാം എങ്ങനെ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാം. റെഡി? ഇവിടെ നോക്കിയേ, 1,2 ഞാൻ എടുത്തു. 1,2 എലമെന്റ് ഓഫ് R. നിങ്ങളെ 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർ പേര് എടുത്തേ. 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർ പേര് ശ്രദ്ധിക്കുക. ഇവിടെ 2,2 ഉണ്ട്, 2,3 ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ 2,2 ആണ് എടുത്തെന്ന് വിചാരിക്കട്ടെ. 2,2 ആണ് എടുത്തെന്ന് ഇരിക്കട്ടെ. 1 2 ഉണ്ട്, 2 2 ഉണ്ട്. ഡെഫിനറ്റ്ലി ഇനി എന്തായിരിക്കും ഉണ്ടാവേണ്ടത്? 1,2 അത് അവിടെ ഉണ്ട് എന്ന് കരുതി അവിടെ ചാടി കയറി ട്രാൻസിറ്റീവ് ആണെന്ന് എഴുതി കളയരുത്. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്? ബട്ട് നെയ്തർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് അല്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോ നമ്മുടെ റിലേഷനിൽ ട്രാൻസിറ്റിവിറ്റി ഒബേ ചെയ്യുന്ന ഓർഡർ പേഴ്സ് ഉണ്ടാകും. റെഡി? അപ്പൊ ഏതെങ്കിലും ഒരാള് അത് ഒബേ ചെയ്യുന്നില്ലെങ്കിൽ, അനുസരിക്കുന്നില്ല എങ്കിൽ ആ റിലേഷൻ എന്താവില്ല? ട്രാൻസിറ്റീവ് ആവില്ല കേട്ടോ. അപ്പൊ ട്രാൻസിറ്റീവ് അല്ലാന്ന് തെളിയിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഓർഡർ പേഴ്സ് തന്നെ എടുക്കണം. ശ്രദ്ധിച്ചോ, 1,2 ഉണ്ട്. 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർ പേർ 2,2 ഒഴികെ ബാക്കി ആരുള്ള? 2,3 ഇല്ലേ അല്ലേ? 1 2 ഉണ്ട്, 2 3 ഉണ്ട്. 1 2 ഉണ്ട്, 2 3 ഉണ്ട്. 1 2 2 3 ഉണ്ട് എങ്കിൽ നമ്മൾ ആരെ ചെക്ക് ചെയ്യണ്ടേ? 1 3 ചെക്ക് ചെയ്യണം. 1 3 അവിടെ ഉണ്ടോ? എലമെന്റ് ആണോ? നോക്കിയേ, 1 1 2 2 3 3 1 2 2 3 1 3 എന്ന് പറയുന്ന ആൾ അവിടെ എലമെന്റ് അല്ല കേട്ടോ. എലമെന്റ് അല്ല എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എഴുതിക്കോ, R ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. R ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഓക്കെ, ക്ലിയർ? മൂവിങ് ഓൺ ടു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫങ്ഷൻസ് കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള സംഗതികളൊക്കെ ആയിരിക്കും ചോദിക്കുക. നമ്മൾ കൺസെപ്റ്റ് സ്ട്രോങ് ആയിരുന്നാൽ മതി. തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? വൃത്തിക്ക് പഠിക്കണം, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ f ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ്. ഈ ഫംഗ്ഷനില് റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സും കേട്ടോ മക്കളെ. പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, സീറോ ഉണ്ടാവും, ഡെസിമൽ ഉണ്ടാവും, ഫ്രാക്ഷൻ ഉണ്ടാവും, റാഷണൽ ഉണ്ടാവും, ഇറാഷണൽ ഉണ്ടാവും. എല്ലാതരം നമ്പേഴ്സും അവിടെ ഉണ്ടാവും. ഏതാണ് ഫംഗ്ഷൻ? f of x is equal to 3 minus 4x അല്ലേ? f of x is equal to 3 minus 4x. ക്ലിയർ? ഇത് 1 1 ആണോ എന്നല്ലേ തെളിയിക്കണ്ടേ?
എന്താ 1 ഫംഗ്ഷന്റെ പ്രത്യേകത? സെറ്റ് എ, അതായത് ആദ്യത്തെ സെറ്റിലെ എല്ലാ എലിമെന്റുകൾക്കും രണ്ടാമത്തെ സെറ്റിൽ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ടായിരിക്കണം, വ്യത്യസ്ത ഇമേജുകൾ ഉണ്ടായിരിക്കണം. ക്ലിയർ? ഇത് നമുക്കൊരു മാത്തമാറ്റിക്കൽ റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ അതെങ്ങനെ ശരിയാവുക? ഒരു ഫംഗ്ഷനിൽ എക്സ് വണ്ണിന്റെയും എക്സ് ടുവിന്റെയും ഇമേജ് ശരിയാവുമോ? രണ്ടും ഒന്നാവോ? എന്താണ്? ഒരു ഫംഗ്ഷനിൽ എക്സ് വണ്ണിന്റെയും എക്സ് ടുവിന്റെയും ഇമേജ് സെയിം ആവാൻ പാടല്ലോ. അത് എഗെയിൻസ്റ്റ് അല്ലേ? നമ്മുടെ 1 ഫംഗ്ഷന്റെ കണ്ടീഷൻ എഗെയിൻസ്റ്റ് അല്ലേ? ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താ? ഇത് ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ മനസ്സിലാക്കുക, ആര് തമ്മിൽ ഈക്വൽ ആണ്? എക്സ് വണ്ണും എക്സ് ടുവും ഈക്വൽ ആണ്. ഇതാണ് 1 ഫംഗ്ഷന്റെ കണ്ടീഷൻ. റെഡി? അപ്പൊ അതെങ്ങനെ പ്രൂവ് ചെയ്യും? ഇവിടെ നോക്കിക്കോ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ആരാ എഫ് ഓഫ് എക്സ്? 3 - 4x ഉണ്ട്. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് ഞാൻ എഴുതുകയാണെങ്കിൽ മക്കളെ എഫ് ഓഫ് എക്സ് 3 - 4x അല്ലേ? അപ്പൊ എഫ് ഓഫ് എക്സ് വൺ എങ്ങനെയാണ് വരിക? 3 - 4x1. ക്ലിയർ? എഫ് ഓഫ് എക്സ് ടു എങ്ങനെ എഴുതും? 3 - 4x2. ഡൺ. 3 3 പെട്ടാലോ? -4x1 is equal to -4x2. ക്ലിയർ? -4 കട്ട് ചെയ്യാലോ? x1 equal to x2. ക്ലിയർ ആണോ? ഫംഗ്ഷൻ 1 റെഡി? ഇനി വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് റിയൽ നമ്പേഴ്സ് അല്ലേ? റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് ആരൊക്കെ ഉണ്ടാവും അവിടെ? 1 ഉണ്ടാവും, 0 ഉണ്ടാവും, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? 1 0 നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവല്ലോ. ഞാൻ 3 നമ്പേഴ്സ് എടുത്തോട്ടോ. 1 0 -1 ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതിനിടയിലൊക്കെ നമ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. യെസ്, ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 1 3 - 4 × 1 ചെയ്താൽ 3 - 4 ആൻസർ എത്ര കിട്ടുന്നത്? -1 എന്ന് പറയുന്ന ആളുടെ ഇമേജ് ആരാ? -1. 0 കൊടുത്താലോ? 3 - 4 × 0 ചെയ്താൽ 3 - 0 3 അല്ലേ? 0ന്റെ ഇമേജ് ആരാ? 3. -1 ആണ് കൊടുക്കുന്നെങ്കിലോ എഫ് ഓഫ് -1 3 - 4 × -1 3 + 4 വരും. -1 ഇമേജ് ആരാ? 7. നോക്കടാ, എല്ലാ എലിമെന്റുകൾക്കും ഡിഫറെന്റ് ഇമേജസ് അല്ലേ? 1ന്റെ മാപ്പിംഗ് എവിടേക്കാ പോകുന്നത്? -1ലേക്ക്. 0ന്റെ മാപ്പിംഗ് എങ്ങോട്ടാ? 3ലേക്ക്. -1ന്റെ മാപ്പിംഗ് എങ്ങോട്ടാ? 7ലേക്ക് അല്ലേ? ഓക്കെ, അപ്പോ ഫംഗ്ഷൻ ഈസ് 1 ക്ലിയർ ആണേ? പഠിച്ചോ, വിടാതെ പഠിച്ചോ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ്. റെഡി? ഓക്കെ, ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓൺ ടൂലേക്ക് കടക്കാം. അപ്പൊ ഓൺ ടൂലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ 1 ചെക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ഓൺ ടു ചെക്ക് ചെയ്യാനും ഒരു സർട്ടൻ അൽഗോരിതം ഉണ്ട് അല്ലേ? കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടും? ഓൺ ടു ആണോ അല്ലയോ എന്ന് കിട്ടും. റെഡി? ശ്രദ്ധിക്കുക. അപ്പോ ഓൺ ടു ചെക്ക് ചെയ്യാൻ മക്കളെ ശ്രദ്ധിക്കുക. ഞാനോട് വരച്ചേ ഓൺ ടു ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നത്. യെസ്, ആദ്യം തന്നെ നിങ്ങൾ ഫംഗ്ഷൻ എഴുതാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 - 4x. റെഡി? നമുക്കറിയാം ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നത് രണ്ടും ഒരാളാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നത് രണ്ടും ഒരാളാണ്. റെഡി അല്ലേ? അപ്പൊ നമ്മള് ഇല്ലേ, ഇവിടെ എക്സ്, ഇത് വൈ, ഇതാണ് ഫംഗ്ഷൻ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന്റെ ഇമേജ് ആരാ? വൈ. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വൈന്റെ ഇമേജ്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന്റെ ഇമേജ് വൈ. എഫ് ഓഫ് എക്സും വൈയും സെയിം ആണ് കേട്ടോ. +1 തൊട്ടേ നമ്മൾ പറയുന്ന കാര്യമാണ് എഫ് ഓഫ് എക്സും വൈയും എന്താണ്? സെയിം ആണ് കേട്ടോ. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? 3 - 4x. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഇക്വേഷൻ ഇപ്പൊ വൈ ഇസ് ഈക്വൽ ടു എന്നാണ്. നിങ്ങൾ അതിനെ നേരെ മാറ്റും. എങ്ങോട്ട് മാറ്റണം? എക്സ് ഈക്വൽ ടു എന്നുള്ള ടേംസിലേക്ക് മാറ്റണം കേട്ടോ. ഈ ഇക്വേഷൻ എങ്ങോട്ട് മാറ്റണം? എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് വൈ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം. അതിനെ മാറ്റം എങ്ങനെ ചെയ്യാം? ആദ്യം 3 എങ്ങോട്ടേക്ക് എടുത്ത് എന്ത് കിട്ടണം? y - 3 is equal to -4x അല്ലേ? y - 3 ഡിവൈഡഡ് ബൈ -4 ചെയ്താൽ നമുക്ക് ആരെ കിട്ടി? എക്സിനെ കിട്ടി. ഓക്കെ ആണോ? y - 3 ബൈ -4 ചെയ്താൽ നമുക്ക് ആരെ കിട്ടി? എക്സിനെ കിട്ടി. അപ്പോ എക്സിനെ ഐസൊലേറ്റ് ചെയ്യാം. എക്സ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിലേക്ക് മാറ്റും. റെഡി? കഴിഞ്ഞ പരിപാടി. ഇനി ഓൺ ടു ഫംഗ്ഷന്റെ കണ്ടീഷൻ ഉണ്ട്. സെറ്റ്, രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലിമെന്റുകൾക്കും അറ്റ്ലീസ്റ്റ് ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ടായിരിക്കണം. എവിടെ? ആദ്യത്തെ സെറ്റിൽ. രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലിമെന്റുകൾക്കും അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജ് എങ്കിലും ഉണ്ടായിരിക്കണം. എടാ, ഇവിടെ 2 സെറ്റും റിയൽ നമ്പേഴ്സ് അല്ലേ? ആദ്യത്തെ സെറ്റും റിയൽ നമ്പർ ആണ്, രണ്ടാമത്തെ സെറ്റും റിയൽ നമ്പർ ആണ്. റെഡി? അപ്പൊ രണ്ടാമത്തെ സെറ്റ് റിയൽ നമ്പേഴ്സ് ആണല്ലോ. എല്ലാ റിയൽ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആദ്യത്തെ സെറ്റിൽ എലമെന്റ് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നോക്കടാ, y - 3 - -4 അല്ലേ? ഈ വൈക്ക് ഞാൻ ഏത് റിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും മക്കളെ എനിക്ക് ഇവിടെ എക്സിന് വാല്യൂ കിട്ടില്ലേ?
എടാ വൈക്ക് 0 കൊടുത്താൽ എന്ത് വരും? 0 - 3/-4 വാല്യൂ ഉണ്ട് അല്ലെ. 1 കൊടുത്താൽ എന്ത് കിട്ടും? 1 - 3/-4 വാല്യൂ ഉണ്ട്. 100 കൊടുത്താൽ 100 - 3/-4 വാല്യൂ ഉണ്ട് അല്ലെ. അപ്പൊ മക്കളെ വൈക്ക് ഏത് റിയൽ നമ്പർ കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു എക്സ് എലമെന്റ് കിട്ടും. റെഡി? ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ f of x is onto. f of x is onto. അപ്പോൾ onto ആണ് തെളിയിക്കാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതണം കേട്ടോ. ഫോർ എവറി y എലമെന്റ് ഓഫ് R there exists x element in R. കേട്ടോ. എല്ലാ റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള y എലമെന്റുകൾക്കും ആ y എലമെന്റ് yക്ക് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറസ്പോണ്ടിംഗ്ലി നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു എക്സ് പ്രീ ഇമേജ് കിട്ടും. റെഡി? അപ്പൊ എല്ലാ എലമെന്റുകൾക്കും കിട്ടുന്നുണ്ടെങ്കിൽ f of x എന്ന് പറയുന്ന ആൾ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്. റെഡി? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f ഡിഫൈൻഡ് ബൈ റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് f of x = 3x ആണ് അല്ലേ. നമുക്ക് എന്താ തെളിയിക്കണ്ടേ? ബൈജക്റ്റീവ്. പേടിക്കരുതേ, ബൈജക്റ്റീവ്. എടാ ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷൻ 1 ഓൺ 2 ആണെങ്കിൽ അത്തരം ഫംഗ്ഷനുകളെ വിളിക്കുന്ന പേരാണെന്ത്? ബൈജക്റ്റീവ്. ഒരു പേരും കൂടി ഉണ്ട്. ഈ ബൈജക്റ്റീവിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവെർട്ടിബിൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ അടുത്ത ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി, ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചിട്ട് റെഡി. അപ്പൊ ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാലും ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ് കേട്ടോ. യെസ്. അപ്പോ ബൈജക്റ്റീവ് ആണ് തെളിയിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫംഗ്ഷൻ 1 ഓൺ 2 ആണോ ചെക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെ 1 ചെക്ക് ചെയ്യാം? 1 ചെക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞു f of x നമുക്കറിയാം 3x. f of x1 = f of x2. 3x1 = 3x2. x1 = x2. Ready? x1 = x2. Okay അല്ലേ? യെസ്. അപ്പോ x1 = x2. റെഡി? ഫംഗ്ഷൻ x1 = x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത്? f of x is 1. f of x is 1. റെഡി? യെസ്. ഇനി എങ്ങനെ നമ്മൾ ഓൺ ടു ചെക്ക് ചെയ്യാം? നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഫംഗ്ഷൻ ഓൺ ടു ചെക്ക് ചെയ്യേണ്ടത്? ആദ്യം ഫംഗ്ഷൻ എഴുതുക. f of x = 3x. റെഡി? മക്കളെ f of x തന്നെയാണ് y. f of x നെ മാറ്റി y = 3x. റെഡി? ഓരോ സ്റ്റെപ്പാ. ആദ്യം ഫംഗ്ഷൻ എഴുതി, f of x നെ മാറ്റി y എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ y = എന്നാണ്. നിങ്ങൾക്ക് x = ഇക്വേഷൻ കിട്ടണം അല്ലേ? എടാ 3 × x അല്ലേ? അപ്പൊ x മാത്രം കിട്ടണമെങ്കിൽ 3 ഒഴിവാക്കണല്ലോ. 3 × ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി? y/3. റെഡിയാണോ? y/3. ഓക്കെ? യെസ്. y/3 = x. ഇനി എങ്ങനെ നമ്മൾ ഓൺ ടു ആണ് ചെക്ക് ചെയ്യേണ്ടത്? എല്ലാ y എലമെന്റുകൾക്കും x എലമെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മക്കളെ y എലമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലെ എലമെന്റ് കേട്ടോ. ആദ്യത്തെ സെറ്റിൽ റിയൽ നമ്പർ ആണ്, രണ്ടാമത്തെ സെറ്റിൽ റിയൽ നമ്പർ ആണ്. എല്ലാ റിയൽ നമ്പേഴ്സിനും കറസ്പോണ്ടിംഗ്ലി ഇവിടെ x എലമെന്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. കൊടുത്തോടെ. എടാ yക്ക് 0 കൊടുത്താൽ 0/3 ആൻസർ ഉണ്ട്. 1 കൊടുത്താൽ 1/3 റിയൽ നമ്പർ ആണ്. -1 കൊടുത്താൽ -1/3 റിയൽ നമ്പർ ആണ്. 10 കൊടുത്താൽ 10/3 റിയൽ നമ്പർ ആണ് അല്ലേ. yക്ക് നമ്മൾ ഏത് റിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു x എലമെന്റ് കിട്ടും കേട്ടോ. ദാറ്റ് മീൻസ് f of x എന്ന് പറയുന്ന ആള് ഈസ് ഓൺ ടു ഫംഗ്ഷൻ. തൊട്ട് മുന്നേ എഴുതി അതേ സ്റ്റേറ്റ്മെന്റ് ഇവിടെയും കൊടുക്കണം കേട്ടോ. f of x is on to. കണ്ടീഷൻ എന്താ? ഫോർ എവറി y element in R there exists x element in R is R അല്ലല്ലോ. yes, f of x is on to. ക്ലിയർ ആണോ? അപ്പൊ ബൈജക്റ്റീവ് എന്ന് കാണുമ്പോൾ പേടിക്കരുത്. ബൈജക്റ്റീവ് എന്നാൽ ഫംഗ്ഷൻ 1 ഓൺ 2 ആണെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ്. ഇനിയിപ്പോ ഇൻവെർട്ടിബിൾ എന്ന് ചോദിച്ചാലും സെയിം സംഗതി തന്നെ കേട്ടോ. ഇനി 1 ഫംഗ്ഷന് വേറെ പേരുണ്ടല്ലോ. 1 ഫംഗ്ഷന്റെ പേരെന്തായിരുന്നു? ഇൻജക്റ്റീവ്. ഓൺ ടു ഫംഗ്ഷന്റെ പേരെന്തായിരുന്നു? സർജക്റ്റീവ്. അതൊക്കെ ചോദിക്കും. ചെക്ക് ദി ഇൻജക്റ്റിവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ, ചെക്ക് ദി സർജക്റ്റിവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. 1 ആണോ ഓൺ ടു ആണോ ചെക്ക് ചെയ്യാം. ഇത്രയുള്ള പരിപാടി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫംഗ്ഷൻ f ഡിഫൈൻഡ് ഫ്രം a to b ഈസ് ഓൺ ടു ആണേ. ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ശ്രദ്ധിക്കുക, റേഞ്ച് ഓഫ് f ഈസ് ഈക്വൽ ടു ഡാഷ്. ശ്രദ്ധിക്കട്ടോ, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? എയിൽ നിന്ന് ബിയിലേക്ക്. റെഡി? മക്കളെ ഈ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണേ. ഓൺ ടു ഫംഗ്ഷൻ. എന്താ ഓൺ ടു ഫംഗ്ഷന്റെ പ്രത്യേകത?
സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കല്ലേ എൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കല്ലേ? ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ സെറ്റ് ബിയിലെ എല്ലാ എലമെന്റുകൾക്കും സെറ്റ് എയിലേക്ക് എന്തുണ്ടാവും? പ്രീ ഇമേജ് ഉണ്ടാവും അല്ലേ? ദാറ്റ് മീൻസ് സെറ്റ് ബിയിലെ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടാവും അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഞ്ച് ഓഫ് ഫംഗ്ഷനാണ് അല്ലേ? റേഞ്ച്, അതുപോലെ ഡൊമൈൻ, ഈ സംഗതിയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. കോ ഡൊമൈൻ അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ? എന്തായിരുന്നു റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ? നമുക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൾ ടു എഫ് ഓഫ് എക്സ്. എന്തായിരുന്നു റേഞ്ച്? നമുക്ക് y ഇസ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന് ഏതൊക്കെ നമ്പേഴ്സ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സിന് ഏതൊക്കെ നമ്പേഴ്സ് കൊടുക്കാൻ പറ്റുന്നതിന്റെ കളക്ഷൻ അല്ലേ, അതിനെ വിളിക്കുന്നതാണ് എന്ത്? ഡൊമൈൻ. സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ് അല്ലേ? അപ്പൊ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കും തോറും നമുക്ക് എന്ത് കിട്ടും? വൈക്ക് ഓരോ നമ്പേഴ്സ് കിട്ടും അല്ലേ? ആ നമ്പേഴ്സിന്റെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? റേഞ്ച്. ക്ലിയർ? ഇനി കോഡൊമൈൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ? സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഈ സെറ്റ് ബി യെ വിളിക്കുന്ന പേരാണെന്ത്? കോഡൊമൈൻ. ഇത്രയും സംഗതി നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. റെഡി? നമുക്ക് ഇവിടെ റേഞ്ച് ഓഫ് എഫ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വൈക്ക് കിട്ടാവുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? റെഡി? സിൻസ് ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു സെറ്റ് ബിയിലെ എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ട്, സെറ്റ് ബിയിലെ എല്ലാ വൈ എലമെന്റുകൾക്കും എന്തുണ്ട്? എക്സ് പ്രീ ഇമേജ് ഉണ്ട് അല്ലേ? അപ്പോ റേഞ്ച് ഓഫ് എഫ് എന്ന് ചോദിക്കുമ്പോൾ മക്കളെ ആൻസർ എന്ത് എഴുതണം? റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ത് എഴുതണം? ബി എന്ന് എഴുതാം കേട്ടാ. സെറ്റ് ബിയിലെ എല്ലാ വൈ എലമെന്റുകൾക്കും എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട് കേട്ടാ. ഇനി ബി അല്ല, ഇതിന് പകരം കോഡൊമൈൻ എന്ന് ആൻസർ കൊടുത്താലും ആൻസർ ശരിയാണ്. കാരണം എന്താ? എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റിനെ വിളിക്കുന്ന പേരെന്താ? കോഡൊമൈൻ. റെഡി? അപ്പോൾ അത്രയും സംഗതി, അത്രയും ഡാറ്റകൾ എല്ലാം റിവൈസ്ഡ് ആയി എന്ന് വിചാരിക്കുന്നു. കാരണം റേഞ്ചും ഡൊമൈനും ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. 2024 ക്വസ്റ്റ്യനിൽ നമുക്ക് സിമ്പിളായിട്ട് ചോദിച്ചിരുന്ന ഒരു ഫംഗ്ഷൻ തന്നു, റിലേഷൻ തന്നു, ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ കേട്ടോ. നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ച സാധനമാണ്, പക്ഷെ അത് വീണ്ടും പ്ലസ് ടുവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കണം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എത്രയാ? എഫ് ഓഫ് എക്സ് എത്രയാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4. ചൂസ് ദി കറക്റ്റ് ആൻസർ. മക്കളെ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോഴേ നോക്കടാ. എഫ് ഈസ് 1 1. രണ്ടാമത്തെ ഓപ്ഷൻ എഫ് ഈസ് ഓൺ 2. മൂന്നാമത്തെ എഫ് ഈസ് നെയ്തർ 1 1 നോർ ഓൺ 2. നാലാമത്തത് എഫ് ഈസ് 1 1 ആൻഡ് നോട്ട് ഓൺ 2 അല്ലേ? അതായത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 1 1 ആണോ ഓൺ 2 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു 4. എന്തായിരുന്നു 1 1 ഫംഗ്ഷന്റെ കണ്ടീഷൻ? സെറ്റ് എയിലെ അല്ലെങ്കിൽ ആദ്യത്തെ സെറ്റിലെ എല്ലാ എലമെന്റുകൾക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് അവിടെ ഉണ്ടായിരിക്കണം, സെറ്റ് ബിയിൽ ഉണ്ടായിരിക്കണം അല്ലേ? അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ 1ന്റെയും -1ന്റെയും ഇമേജ് നമുക്ക് സെയിം ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ല അല്ലേ? ഇവിടെ നോക്കടാ, എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു 4 അല്ലേ? അപ്പൊ എക്സിന് ഞാൻ 1 കൊടുത്തേ, എഫ് ഓഫ് 1 കൊടുത്തേ. എന്താ എഫ് ഓഫ് 1ന്റെ വാല്യൂ വരിക? 1 റേസ് ടു 4 1 അല്ലേ? 1 എന്ന് പറയുന്ന ആളുടെ ഇമേജ് എന്താ? 1. കറക്റ്റ്. നമ്മൾ എഫ് ഓഫ് -1 കണ്ടുപിടിക്കുകയാണെ. അതായത് എക്സിന് ഞാൻ -1 കൊടുത്തു. എക്സിന് -1 കൊടുക്കുമ്പോൾ നോക്കടാ, -1 ഹോൾ റേസ് ടു 4 ചെയ്യുമ്പോൾ -1 ഹോൾ റേസ് ടു 4 എന്താ? -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു -1 1 അല്ലേ? ശ്രദ്ധിക്കുക, -1ന്റെയും ഇമേജ് എന്ത് തന്നെയാണ്? 1 ആണ്. എടാ, രണ്ട് വ്യത്യസ്ത എലമെന്റുകൾ 1ന്റെയും -1ന്റെയും ഇമേജ് സെയിമാ. ഈ ഫംഗ്ഷൻ 1 1 ആണോ? നോ, ഇറ്റ്സ് നോട്ട് കേട്ടോ. ഈ ഫംഗ്ഷൻ എന്തല്ല? നോട്ട് 1 to 1. ക്ലിയർ ആണോ? ഫംഗ്ഷൻ എന്തല്ല? നോട്ട് 1 1. ഇനി നമുക്ക് ഓൺ 2 ആണോ എന്ന് വെച്ചുകൂടി ചെക്ക് ചെയ്താൽ നമുക്ക് ഏത് ഓപ്ഷൻ ആണോ എത്തേണ്ടത് അതിലേക്ക് എത്താമല്ലോ. ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു 4. എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു 4 കറക്റ്റ്. എഫ് ഓഫ് എക്സ് തന്നെ വൈ ആണല്ലോ. y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 ആണല്ലോ അല്ലേ? നമുക്കറിയാം 1ന്റെ ഇമേജ് 1, -1ന്റെ ഇമേജ് 1, 2ന്റെ ഇമേജ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 2 റേസ് ടു 4, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര വരും? 16 വരും അല്ലേ? -2ന്റെ ഇമേജോ? -2 ഹോൾ റേസ് ടു 4, അതും മക്കളെ എന്താ? 16 ആണ് അല്ലേ? എടാ, ഹോൾ റേസ് ടു 4 എന്ന് പറയുമ്പോൾ നമുക്ക് വൈയിലുള്ള ഇമേജുകളെല്ലാം തന്നെ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കില്ലേ?
കണ്ടോ, ഇവിടെ 1 വന്നു, ഇവിടെ 16 വന്നു. ഇനി 3 ആണെങ്കിൽ 3⁴ ഒരു പോസിറ്റീവ് നമ്പറാണ് അല്ലേ. 3² 9 ഹോൾ സ്ക്വയർ എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 81. റെഡി? -3 എടുത്താലോ? -3യുടെ ഇമേജ് എന്താ വരുന്നത്? 81 അല്ലേ. അതായത് നമുക്ക് രണ്ടാമത്തെ സെറ്റിൽ, അതായത് റിയൽ നമ്പേഴ്സിൽ അവിടെ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമാണ് ഇമേജസ് ആയിട്ടുള്ളത്. നെഗറ്റീവ് നമ്പേഴ്സിന് ഒന്നും എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. നെഗറ്റീവ് നമ്പേഴ്സിന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല കേട്ടോ. സോ ഈ ഫംഗ്ഷൻ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു അല്ല. കണ്ടീഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം? എഫ് ഈസ് നെയ്തർ 1 നോർ ഓൺ ടു. 1 അല്ല, ഓൺ ടു അല്ല. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. യെസ്, കോമ്പോസിറ്റ് ഫംഗ്ഷൻ. എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും കണ്ടുപിടിക്കണം. ജി എഫും ഒക്കെ ഡിഫൈൻഡ് ആണ്. f(x) തന്നിട്ടുണ്ട്, g(x) തന്നിട്ടുണ്ട്. വേഗം അതിന്റെ കൺസെപ്റ്റ് പെട്ടെന്ന് പറയാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം എയിൽ നിന്ന് ബിയിലേക്ക്. ഓക്കെ, ആൻഡ് ജി ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ബി ടു എ. ക്ലിയർ? ഞാൻ ഇവിടെ വരക്കാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ എഫ്, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്കുള്ള ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്തു? ജി എന്ന് കൊടുത്തു കേട്ടോ. വേണമെങ്കിൽ ബി എ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ സി കൊടുക്കാം. ഇൻവേഴ്സിൻ്റെ കൺസെപ്റ്റ് അല്ലാതെ തന്നെ എടുക്കാം. റെഡി? ഓക്കെ, യെസ്. എങ്കിൽ എയിൽ നിന്ന് ഡയറക്റ്റ് സിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുക? ജി കോമ്പോസിറ്റ് എഫ് എന്ന് വിളിക്കാം. ഓക്കെ, യെസ്. അറിയാലോ, ഇവിടെ എക്സിന്റെ ഇമേജ് വൈയുടെ ഇമേജ് സെറ്റ്. നമുക്ക് എഴുതാം f(x) = y. എഴുതിക്കൂടെ? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിന്റെ ഇമേജ് ആരാണ്? y. റെഡി? g(y) = മക്കളെ എന്താ വരുന്നത്? g(y) = z. g(y) = z. g എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വൈയുടെ ഇമേജ് ആരാ? സെറ്റ്. ക്ലിയർ? അപ്പൊ നോക്കിയേ, ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, സെറ്റ് എയിൽ നിന്ന് സെറ്റ് സിയിലേക്കാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കോമ്പോസിറ്റ് ആയിട്ട് ആരുണ്ട്? അവിടെ ബി ഉണ്ട് കേട്ടോ. അപ്പൊ ജി കോമ്പോസിറ്റ് f(x) എന്ന് പറഞ്ഞാൽ ജി കോമ്പോസിറ്റ് എഫ് ആണ് ഈ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ എക്സിന്റെ ഇമേജ് ഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി നമുക്ക് പറയാമല്ലോ സെഡ് ആണ് അല്ലേ. ജി കോമ്പോസിറ്റ് f(x) ജി കോമ്പോസിറ്റ് f(x) = സെഡ്. സെഡ് എന്ന് പറഞ്ഞാൽ ആരാ? g(y) അല്ലേ? g(y) കറക്റ്റ്. ജി കോമ്പോസിറ്റ് f(x) = ശ്രദ്ധിച്ചേ, g(y) ആരാ മക്കളെ? y. f(x) ആണ് y ട്ടാ. g(f)(x). റെഡി ആണല്ലോ? ഈ ഇക്വേഷൻ പഠിക്കണം. ജി കോമ്പോസിറ്റ് f(x) = ജി കോമ്പോസിറ്റ് f(x) = g(f)(x) ട്ടാ. തിരിച്ചാണെങ്കിലോ എഫ് കോമ്പോസിറ്റ് g(x) ആണെങ്കിലോ f(g)(x). റെഡി? അത്രയാണ് ഇതിന്റെ കൺസെപ്റ്റ് വരുന്നത്. ഇത് വിടാതെ പിടിക്കണം, കാരണം നമുക്ക് കണ്ടിന്യൂറ്റിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട് കേട്ടോ. കണ്ടിന്യൂറ്റിയുടെ കൺസെപ്റ്റ് എന്തായിരുന്നു? രണ്ട് ഫംഗ്ഷൻസ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും കേട്ടോ. പറഞ്ഞു എന്നുള്ളൂ, ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ ഇവിടെ നമുക്ക് f(x) തന്നിട്ടുണ്ട് കേട്ടോ. f(x) ആരാ? cos(x). g(x) തന്നിട്ടുണ്ട്. g(x) തന്നിട്ടുണ്ട് 3x². റെഡി? അപ്പൊ ഫസ്റ്റ് ഞാൻ എഫ് കോമ്പോസിറ്റ് g(x) കണ്ടുപിടിക്കുകയാണേ. എന്താ എഫ് കോമ്പോസിറ്റ് g(x)ന്റെ ഇക്വേഷൻ വരുന്നത്? f(g)(x). എഫ് കോമ്പോസിറ്റ് g(x)ന്റെ ഇക്വേഷൻ f(g)(x). നോക്കടാ, ആരാ g(x)? g(x) ഗിവൺ ആണല്ലോ 3x². റെഡി മക്കളെ? f(x) cos(x) ആണ്. f(x) cos(x) അല്ലേ? f(x) എന്ന് പറയുന്നത് cos(x) ആണ്. അപ്പോൾ എന്താണ് f(3x²) വരിക? x വരുമ്പോ cos(x), 3x² ആകുമ്പോഴോ എക്സിനെ മാറ്റുക, 3x² കൊടുക്കുക. ആൻസർ ഇതാ cos 3x². റെഡി ആണല്ലോ? എഫ് കോമ്പോസിറ്റ് g(x) എന്താ? cos of 3x². ഇതേപോലെ ജി കോമ്പോസിറ്റ് f(x) കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ എന്താ? g(f)(x). റെഡി? കൊടുക്കുക. g(f)(x) ആരാ മക്കളെ? f(x). ക്വസ്റ്റ്യനിൽ നോക്കടാ, f(x) ആരാ? f(x) cos(x) അല്ലേ? ഇനി ശ്രദ്ധിക്കുക, g(x)ന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. g(x)ന്റെ ഇക്വേഷൻ എന്താ? 3 × x². g(x) എന്തായിരുന്നു? 3 × x². അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാ?
ജി ഓഫ് കോസ് എക്സ് അല്ലേ. അപ്പോ എക്സിനെ മാറ്റുക, ആരെ കൊടുക്കുക? കോസ് എക്സിന് കൊടുക്കുക. ഇവിടെ നോക്കിയേ 3 ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ, എക്സിനെ മാറ്റി മക്കളെ ആരെ കൊടുക്കുക? കോസ് എക്സിന് കൊടുക്കുക കേട്ടോ. 3 കോസ് എക്സ് ഹോൾ സ്ക്വയർ. റെഡി? ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇക്വേഷൻ പഠിക്കണം. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ ആണേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാവരും പറയണം. എ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻവേർട്ടിബിൾ. ഇൻവേർട്ടിബിളിന്റെ മറ്റൊരു വാക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ബൈജക്റ്റീവ് കേട്ടോ. ബൈജക്റ്റീവ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇസ്. എപ്പോഴൊക്കെയാണ് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആകുന്നത്? മക്കളെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫംഗ്ഷൻ എന്തായിരിക്കണം? 1 1 ആയിരിക്കണം. അതുപോലെ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഓൺ 2 ആയിരിക്കണം കേട്ടോ. 1 1ന്റെയും ഓൺ 2ന്റെയും ഒക്കെ പഴയ പേരുകൾ, സോറി പഴയ പേരല്ല, മറ്റു പേരുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താ. 1 1നെ വിളിക്കുന്നത് ഇൻജക്റ്റീവ് എന്നും ഓൺ 2നെ വിളിക്കുന്നത് സർജക്റ്റീവ് കേട്ടോ. ഒന്ന് മാറിപ്പോരുത്. അപ്പോൾ ഓപ്ഷൻ എന്ത് എഴുതണം? ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് എഫ് ഇസ് 1 1 ആൻഡ് ഓൺ 2, ബൈജക്റ്റീവ് കേട്ടോ. ഓപ്ഷൻ 2 ബൈജക്റ്റീവ്. റെഡി? 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. 1 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. ദാറ്റ് മീൻസ് ബൈജക്റ്റീവ് ആയിരിക്കണം. റെഡി? യെസ്. ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. ഓക്കെ, ഗിവൺ ദാറ്റ് ദി റിലേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. R1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ ബി എലമെന്റ് ഓഫ് എ. റിലേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ബി മൈനസ് എ ഈക്വൽ ടു കെ. ബി മൈനസ് എ, ബിയിൽ നിന്ന് എന്നെ കുറയ്ക്കുക, ആൻസർ കെ കേട്ടാ. ഈസ് റിഫ്ലക്സീവ്. ആ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് ഓൾറെഡി നിങ്ങളോട് പറയാം. എടാ, എന്താ റിഫ്ലക്സീവിന്റെ അർത്ഥം? സെറ്റ് എയിൽ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ സെറ്റ് എയിലെ എല്ലാ എലമെന്റുകളും അതിനോട് തന്നെ റിലേഷനിൽ വരണം അല്ലേ? ഇപ്പൊ സെറ്റ് എയിലെ എലമെന്റ്സ് 1 2 3 4 5 6 അല്ലേ? അപ്പൊ അത് റിഫ്ലക്സീവ് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താ മക്കളെ? 1 1 2 2 3 3 4 4 5 5 6 6 ഒക്കെ എവിടെ ഉണ്ടായിരിക്കണം? റിലേഷനിൽ ഉണ്ടായിരിക്കണം അല്ലേ? എന്താ കണ്ടീഷൻ? എ കോമ ബി എന്ന് പറയുന്ന ഓർഡർഡ് പെയറിന് എടുക്കുകയാണെങ്കിൽ കണ്ടീഷൻ എന്താ? ബി മൈനസ് എ ചെയ്യണം. രണ്ടാമത്തെ ആള് മൈനസ് ആദ്യത്തെ ആള് അല്ലേ? ബി മൈനസ് എ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടണം? കെ കിട്ടണം. റെഡി? അപ്പോ റിഫ്ലക്സീവ് ആണ് എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, അവിടെ ആരൊക്കെ ഉണ്ട്? 1 1 2 2 3 3 4 4 5 5 6 ഉണ്ട്. ഞാൻ ഒരാളെ എടുക്കുകയാണെ 1 1 എടുക്കുകയാണ്. എ കോമ ബിയിൽ ബി മൈനസ് എ എന്നല്ലേ? ഇപ്പൊ 1 1 നോക്കടാ, അവിടെ 1 മൈനസ് 1 ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടുന്നത്? 0 അല്ലേ? ഇനി 2 2 എടുത്തു കഴിഞ്ഞാലും അവിടെ സ്ഥിതി വ്യത്യാസം ഉണ്ടോ? 2 മൈനസ് 2 അല്ലേ? 2 മൈനസ് 2 അല്ലേ? 2 മൈനസ് 2 ആൻസർ എന്താ? 0 അല്ലേ മക്കളെ? അപ്പൊ കെ വാല്യൂ എത്രയാടാ? കെ വാല്യൂ 0. കെ വാല്യൂ 0. ക്ലിയർ? കെ വാല്യൂ 0. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ദെൻ കെ ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന് ചോദിച്ചാൽ കെ ഈസ് ഈക്വൽ ടു 0 ഫോർ ദ റിലേഷൻ ബീങ് റിഫ്ലക്സീവ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. നമുക്ക് രണ്ടാമത്തെ അതിന്റെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഷോ ദാറ്റ് ദ റിലേഷൻ, സെയിം റിലേഷൻ ആണ്, ഐ മീൻ സെയിം സെറ്റിലേക്ക് തന്നെയാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. R2 ഈസ് ഈക്വൽ ടു ഓർഡർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ കോമ ബി എലമെന്റ് ഓഫ് എ മോഡുലസ് ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു 2. ഇവിടെ ബി മൈനസ് എ അല്ല കേട്ടോ, മോഡുലസ് ഓഫ് ബി മൈനസ് എ. ബി മൈനസ് എന്റെ വാല്യൂ കാണണം, അതിന്റെ മോഡ് വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കണം? 2 ഈക്വൽ ആയിരിക്കണം. ആ റിലേഷൻ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ആ റിലേഷൻ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? സിമെട്രിസിറ്റി ഐഡിയ അറിയാലോ. സിമെട്രിക് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? ഇഫ് സിമെട്രിക് എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? സിമെട്രിക് ചെക്ക് ചെയ്യാനുള്ള ഐഡിയ, ഇഫ് എ കോമ ബി എലമെന്റ് ഓഫ് ആർ ആണ് എങ്കിൽ, എ കോമ ബി എലമെന്റ് ഓഫ് ആർ ആണ് എങ്കിൽ ശ്രദ്ധിക്കുക, ബി കോമ എയും റിലേഷനിലെ മെമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, എ കോമ ബി എലമെന്റ് ഓഫ് ആർ ആണ് എങ്കിൽ, എ കോമ ബി എലമെന്റ് ഓഫ് ആർ ആണ് എങ്കിൽ നമ്മൾ ആരെയും ചെക്ക് ചെയ്യണ്ടേ? ബി കോമ എയും എലമെന്റ് ഓഫ് ആർ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ അങ്ങനെ എലമെന്റ് ആണ് എങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ആ റിലേഷൻ എന്താണ്? സിമെട്രിക് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? ഞാനേ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് എയിലെ ഒരു ജോഡി ആളെ എടുക്കാം കേട്ടോ. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് എയിൽ വരുന്ന, ഐ മീൻ എ ക്രോസ് എയിൽ വരുന്ന ഒരു ഓർഡർഡ് പെയർ എടുക്കുകയാണ്.
അതായത് ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടണം. മക്കളെ ഇപ്പം ഞാൻ ഫസ്റ്റ് ആളെ ഞാൻ 1 എന്ന് എടുക്കുകയാണെങ്കിൽ എടാ 1,3 എടുത്ത് 1,3 കേട്ടോ. 1,3 ആണെങ്കിൽ മക്കളെ നമുക്ക് A, B ആണെങ്കിൽ എങ്ങനെ റിലേഷൻ വരണ്ടേ? മോഡുലസ് ഓഫ് B മൈനസ് A ഷുഡ് ബി ഈക്വൽ ടു 2 എന്നല്ലേ എൻ്റെ റിലേഷൻ അല്ലേ? അപ്പോൾ 1,3 ആണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിലേഷൻ എഴുതുക? 1,3 ആണെങ്കിൽ എങ്ങനെയാണ് റിലേഷൻ എഴുതുക? മോഡുലസ് ഓഫ് B മൈനസ് A, B എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ് ആണേ. 3 മൈനസ് 1 ചെയ്താൽ മക്കളെ മോഡ് 2. ആൻസർ എത്രയാ? 2. കിട്ടിയാ? 1,3 നമ്മൾ റിലേഷൻ അപ്ലൈ ചെയ്താൽ ആൻസർ 2 ആ കിട്ടുന്നത് അല്ലേ? ആൻസർ 2 കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 1,3 എന്ന് പറയുന്ന ആള് ഏത് റിലേഷന്റെ മെമ്പറാ? R2 എന്ന് പറയുന്ന റിലേഷന്റെ മെമ്പറാണ്. റെഡിയാണോ? R2 എന്ന് പറയുന്ന റിലേഷന്റെ മെമ്പറാണ്. എടാ 1,3 ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സിമെട്രിസിറ്റി ചെക്ക് ചെയ്യണ്ടേ? തിരിച്ച് 3,1 ചെക്ക് ചെയ്യേ. 3,1 എങ്ങനെയാ 3,1 ചെക്ക് ചെയ്യുക? മോഡുലസ് ഓഫ് B മൈനസ് A. 3,1 എടുക്കുമ്പോഴേ B എന്ന് പറഞ്ഞ രണ്ടാമത്തെ എലമെന്റ് 1 അല്ലേ? 1 മൈനസ് 3 മോഡുലസ് ഓഫ് -2. അപ്പോഴും ആൻസർ എന്ത് തന്നെയാ? ആൻസർ 2 തന്നെയാ കേട്ടോ. നമുക്ക് ഡിഫറൻസ് മോഡുലസ് വാല്യൂ 2 ആണ് കിട്ടുന്നതെങ്കിൽ ആ ഓർഡേഡ് പെയർ റിലേഷന്റെ മെമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം 3,1 ഈസ് ഓൾസോ എലമെന്റ് ഓഫ് R2. റെഡി? 1,3 എലമെന്റ് ആണ്. സെയിം ഹാൻഡ് 3,1 എലമെന്റ് ആണ്. എടാ ഇങ്ങനെ ഓക്കെ ആണെങ്കിൽ R2 എന്ന് പറയുന്നത് എന്ത് റിലേഷൻ? സിമെട്രിക്. R2 is symmetric. അതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? ഷോ ദാറ്റ് ദ റിലേഷൻ R2 is symmetric. ക്ലിയർ? ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. ഇഫ് ദി ഫംഗ്ഷൻ f of x തന്നിട്ടുണ്ട്. f of x എത്രയാണ് തന്നിട്ടുള്ളത്? മോഡ് എക്സ്. f of x is equal to മോഡ് എക്സ് പ്ലസ് 1. f of x equal to മോഡ് എക്സ് പ്ലസ് 1 ഈസ് 1,1 ആണ് കേട്ടോ. കണ്ടീഷൻ തന്നിട്ടുണ്ട്. സെലക്ട് ഇറ്റ്സ് ഡൊമൈൻ ഫ്രം ദ ഫോളോയിങ് കേട്ടോ. അപ്പൊ ഈ ഫംഗ്ഷൻ 1,1 ആണേ. 1,1 മീനിങ് എന്താ? സെറ്റ് എയിലെ ആദ്യത്തെ സെറ്റിലെ എല്ലാ എലമെന്റുകൾക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? സെറ്റ് ബിയിൽ ഉണ്ടാവുക അല്ലേ? അതായത് 2 എലമെന്റ്സുകൾ എന്ത് ചെയ്യുന്നില്ല? ഇമേജ് ഷെയർ ചെയ്യില്ല. എല്ലാവർക്കും ഡിഫറെന്റ് ഇമേജസ് ആയിരിക്കും അല്ലേ? 1-to-1 മാപ്പിംഗ് ആയിരിക്കും. റെഡി? നമുക്ക് അതിന്റെ ഡൊമൈനെ കണ്ടുപിടിക്കണ്ടേ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മക്കളെ വീണ്ടും പറയാണ്, എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഖ്യകളുടെ കളക്ഷനെ വിളിക്കുന്ന പേരാണത് ഡൊമൈൻ. റെഡി? ഇപ്പൊ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. -∞ to 1, -∞ to +∞, -1 to 1, then close interval 1 to 2. റെഡി? ഞാനേ വെറുതെ ഒന്ന് f(1) കൊടുത്തു നോക്കാണേ. f(1) വെറുതെ f(1) എന്താ വരുന്നത്? f(1) മോഡ് 1 + 1 ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 1 + 1 ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. റെഡി? അപ്പൊ എന്താ f(-1) വരിക? f(-1) എക്സിന് -1 കൊടുത്താല് എന്താ നോക്കിക്കോ? മോഡുലസ് ഓഫ് -1 + 1. എടാ മോഡ് -1 അല്ലേ? 1 + 1 ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടില്ലേ? ശ്രദ്ധിക്കുക, 1ന്റെ ഇമേജും -1ന്റെ ഇമേജും മക്കളെ എന്താ വരുന്നത്? 2 ആ വരുന്നത്. 1ന്റെ ഇമേജും -1ന്റെ ഇമേജും 2 ആണ് വരുന്നത്. ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ ആ ഫംഗ്ഷൻ 1,1 ആണോ? എടാ ഫംഗ്ഷൻ 1,1 ആണോ? അല്ല. നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് വേണ്ടേ? 1ന്റെ ഇമേജ് 2 ആണെങ്കിൽ -1ന് 2 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ പിന്നെ 1,1 ആയിരിക്കില്ല കേട്ടോ. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആള് 1,1 ആണ്. ഓക്കെ? അപ്പോ ഈ നെഗറ്റീവ് നമ്പർ എടുത്തതല്ലേ പ്രശ്നമായത് അല്ലേ? നെഗറ്റീവ് നമ്പർ എടുത്തതല്ലേ പ്രശ്നമായത്? ഇപ്പോ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? -1 കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ? ഇല്ല കേട്ടോ. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്ന ഓപ്ഷനൊക്കെ കട്ട് ചെയ്യാലോ. ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ബി കട്ട് ചെയ്യാം, ഓപ്ഷൻ സിയും കട്ട് ചെയ്യാം. കാരണം എന്താ? ഓപ്ഷൻ ബി -1 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. റെഡി? ഓപ്ഷൻ സിയും കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് മാത്രം ചുരുങ്ങാലോ. കാരണം എന്താ? ഓപ്ഷൻ ഡിയിൽ 1 മുതൽ 2 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉള്ളത്. 1 മുതൽ 2 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. അവിടെ ആര് കൊടുത്തു കഴിഞ്ഞാലും മക്കളെ അവിടെ ഇമേജസ് ഷെയർ ആവില്ല കേട്ടോ. f(1) കൊടുത്തു നോക്കിയേ, 1 + 1 2 കിട്ടും. f(1.5) കൊടുത്താലോ മോഡ് 1.5 + 1 2.5 ആണ്. f(2) കൊടുത്താലോ മോഡ് 2 + 1 3 ആണ് കിട്ടുക അല്ലേ? 1 മുതൽ 2 വരെയുള്ള എല്ലാ എക്സ് എലമെന്റുകൾക്കും ഡിഫറെന്റ് വൈ എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ? ക്ലിയർ? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഭീകരമായിട്ട് ചിന്തിക്കരുത്, സിമ്പിളായിട്ട് ചിന്തിക്കുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ? താഴത്തെ ക്വസ്റ്റ്യൻ,
if the function f of x is equal to mod x plus 1 is onto ആണ് ആണ്. Select its range from the following. ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം കേട്ടോ. എങ്ങനെ റേഞ്ച് കണ്ടുപിടിക്കാം? ശ്രദ്ധിച്ചേ, നമ്മൾ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ റേഞ്ച് കണ്ടുപിടിക്കേണ്ട പരിപാടിയൊക്കെ നമ്മൾ +1 ഡിസ്കസ് ചെയ്താ. റെഡി? അതേ ഐഡിയ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ മോഡുലസ് ഉണ്ടല്ലോ, മോഡ് എക്സ് ഉണ്ടല്ലോ. മോഡ് എക്സിന്റെ അവസ്ഥ എന്താ മക്കളെ? മോഡുലസ് ഫംഗ്ഷനിൽ ആൻസർ കിട്ടാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ 0 അല്ലേ? എക്സിന് നമ്മൾ എന്തൊക്കെ സംഖ്യകൾ ഉള്ളിലേക്ക് കൊടുത്തു, മോഡിലേക്ക് കൊടുത്തു. അവിടെ കിട്ടാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്താ? 0. 0യേക്കാൾ ചെറുതാവില്ല അല്ലേ? ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, മോഡുലസിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ നെഗറ്റീവ് നമ്പർ കിട്ടുമോ? ഇല്ല. അവിടെ കിട്ടാവുന്ന ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താ മക്കളെ? 0. അപ്പോൾ മോഡ് എക്സിന്റെ വാല്യൂ ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 0യേക്കാൾ വലുതായിരിക്കും. റെഡി? യെസ്. നമുക്ക് മോഡ് x + 1 അല്ലേ ചെക്ക് ചെയ്യണ്ടേ? മോഡ് x + 1 ഇനീക്വാലിറ്റിയുടെ ഒരു ഭാഗത്ത് ഞാനൊരു നമ്പർ ആഡ് ചെയ്താൽ മറ്റേ സൈഡ് ഒരു നമ്പർ ആഡ് ചെയ്യണം അല്ലേ? ഇവിടെ 1 ആഡ് ചെയ്താൽ മക്കളെ ഇവിടെ 0ന്റെ കൂടിയും 1 ആഡ് ചെയ്യണം. അപ്പോൾ മോഡ് x + 1, മോഡ് x + 1 എന്ത് കിട്ടും നമുക്ക്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 1. മോഡ് x + 1 ആരാ? f of x അല്ലേ? f of x ന്റെ വാല്യൂ ഒന്നോ ഒന്നിനേക്കാൾ വലുതോ ആയിരിക്കണം. f of x ആണ് y റേഞ്ച് കേട്ടോ. അപ്പോൾ y വാല്യൂസ് ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞത് 1നേക്കാൾ കൂടാം. ഓപ്ഷൻസ് നോക്കടാ. -∞ to 1, അവിടെ 1 വരെ വരും അല്ലേ? -∞ to 1 മീനിങ് എന്താ? 1 വരെ അല്ലേ? നമുക്ക് ഒന്നോ ഒന്നിനേക്കാൾ കൂടുതലോ എന്നാ പറഞ്ഞത് അല്ലേ? യെസ്. -∞ to 1 അതപ്പോൾ അതെല്ലാം നോക്കിയല്ലേ? -∞ to +∞ വരുമോ? -∞ എന്നുള്ള സാധനം വരില്ല. കാരണം എന്താ? ഏറ്റവും ചെറിയ വാല്യൂ 1 അല്ലേ? യെസ്. -1 to 1 വരുമോ? ഇല്ല. ആര് മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? 1 to 2 അല്ലേ? 1ൽ നിന്ന് എത്രത്തോളം നമുക്ക് കൂടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ, ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആരാ? ക്ലോസ്ഡ് ഇന്റർവെൽ 1 to 2. ഓക്കെ? യെസ്. നമ്മൾ +1 യൂസ് ചെയ്ത അതേ ഐഡിയ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തത്, ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ കേട്ടോ. യെസ്. അഗെയിൻ കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. f of x given. f of x എത്രയായിരുന്നു? f of x is equal to cos x. റൈറ്റ്? g of x given ആണ്. g of x എത്രയാണെന്നുള്ളത്? ബോക്സ് വാല്യൂ ഓഫ് x കേട്ടോ. ബോക്സ് വാല്യൂ ഓഫ് x. Then find f composite g of x. f composite g of x ന്റെ ഇക്വേഷൻ എന്താ? f of g of x അല്ലേ? ദാറ്റ് ഈസ് f of g of x ആരാ മക്കളെ? ബോക്സ് x അല്ലേ? f of x cos x അല്ലേ? അപ്പൊ f of box x എന്ത് വരും മക്കളെ? x-നെ മാറ്റുക, ആ സ്ഥലത്ത് ആ ഫംഗ്ഷനിലുള്ള ആളെ കൊടുക്കുക അല്ല. കോസ് x-ന് പകരം എന്ത് കൊടുക്കണം? ബോക്സ് x കൊടുക്കണേ. ബോക്സ് x കണ്ടിട്ടുണ്ടോ? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ സെയിം സാധനമാണ്. യെസ്. ജി കോമ്പോസിറ്റ് f of x എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ എന്താ? g of f of x. g of f of x. g of f of x ആരാ മക്കളെ? f of x ക്വസ്റ്റ്യൻ നോക്കടാ. f of x ആരാ? f of x cos x. f of x cos x. g of x എന്ന് പറയുമ്പോൾ മക്കളെ ബോക്സിനകത്ത് ആര് വന്നു? x വന്നു. കാണുന്നുണ്ടോ? g of x is equal to box x. അപ്പൊ g of cos x എങ്ങനെ കണ്ടുപിടിക്കും? x വന്നപ്പോ പെട്ടിക്കകത്ത് ആരെ ആക്കി? x-നെ ആക്കിയില്ലേ? അപ്പൊ cos x ആണ് എന്ത് ചെയ്യണം? പെട്ടിക്കകത്ത് cos x ആക്കുക. റെഡി? ആ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? f of x ഉം g of x ഉം g കോമ്പോസിറ്റ് f of x ഒക്കെ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക. ഇപ്പൊ f of x x² ആണെങ്കിൽ f of 3x നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? x-നെ മാറ്റുക, ആ സ്ഥലത്ത് 3x-ന് കൊടുക്കുക കേട്ടോ. 3x കൊടുക്കുക, ഹോൾ സ്ക്വയർ ഇടുക. പരിപാടി കഴിഞ്ഞു കേട്ടോ. ഓക്കെ? ഇനിയിപ്പോ f of cos x ആണ് കണ്ടുപിടിക്കുന്നത്. എന്ത് ചെയ്യണം? സെയിം ഐഡിയ. x-നെ മാറ്റുക, അവിടെ cos x-ന് കൊടുക്കുക. x-നെ മാറ്റി ആരെ കൊടുത്തു മക്കളെ? cos x ഹോൾ സ്ക്വയർ. റെഡി? എളുപ്പം കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. അഗൈൻ f and g are functions defined on R as f of x ഉം g of x ഉം തന്നിട്ടുണ്ട്. നമുക്ക് g കോമ്പോസിറ്റ് f of x കണ്ടുപിടിക്കണം. g കോമ്പോസിറ്റ് ഓഫ് f 2 കണ്ടുപിടിക്കണം. റെഡി? ശ്രദ്ധിക്കുക. g കോമ്പോസിറ്റ് f of x എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ ഓർമ്മയുണ്ടോ? g of f of x. g of f of x. റെഡി? g കോമ്പോസിറ്റ് f of x ന്റെ ഇക്വേഷൻ g of f of x. ശ്രദ്ധിക്കുക. ഇക്വേഷൻ അപ്ലൈ ചെയ്യണേ. g of മക്കളെ f of x ആരാ? ക്വസ്റ്റ്യൻ നോക്കടാ. f of x ആരാ? f of x 4x - 1.
എഫ് ഓഫ് എക്സ് ആരാ 4x - 1. ഓക്കെ യെസ്. അപ്പൊ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ സ്ക്വയറാ. അപ്പൊ ജി ഓഫ് 4x - 1 എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? 4x - 1 ഹോൾ സ്ക്വയർ ട്ടാ. ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ജി ഓഫ് 4x - 1 എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? 4x - 1 ഹോൾ സ്ക്വയർ. 4x - 1 ഹോൾ സ്ക്വയർ. ഓക്കെ അപ്പൊ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടിട്ടാ 4x - 1 ഹോൾ സ്ക്വയർ. നിങ്ങൾ എക്സ്പാൻഡ് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കണ്ടേ? ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചേ 4x - 1 ഹോൾ സ്ക്വയർ അല്ലേ. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് 2 എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന് പകരം 2 വന്നു എന്നല്ലേ ഉള്ളൂ. എക്സിന് പകരം ഉള്ളിടത്തൊക്കെ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. നോക്കടാ 4 ഇൻറ്റു എക്സിന് പകരം 2 കൊടുത്തു -1. 4.2 അല്ല കേട്ടോ 4 × 2. 4 × 2 4 × 2 എത്രയാ? 8. 8 - 1 8 - 1 ഹോൾ സ്ക്വയർ 7 സ്ക്വയർ 49 will be the answer. Okay 4 × 2 8. 8 - 1 7. 7 സ്ക്വയർ 49 is the answer. G composite F equation പഠിക്കണം. G of f of x. G of f of x. f of x ന് പകരം 4x - 1 കൊടുത്തു. G of 4x - 1 എങ്ങനെ കണ്ടുപിടിക്കുക? G of x x സ്ക്വയർ ആണെങ്കിൽ മക്കളെ എക്സിനെ മാറ്റുക 4x - 1 കൊടുക്കുക. റെഡി? യെസ്. ഗ്ലാമർ ക്വസ്റ്റ്യൻ. ഇത് ചോദിച്ചതിന് കൈയും കണക്കില്ല കേട്ടോ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു r - സെറ്റ് 3. സെറ്റ് എയിലെ എല്ലാ റിയൽ നമ്പേഴ്സ് ഉണ്ട്. ആരൊഴികെ? 3 ഒഴികെ. സെറ്റ് ബി ഈസ് ഈക്വൽ ടു r - സെറ്റ് 1. എല്ലാ റിയൽ നമ്പേഴ്സ് ഉണ്ട്. ആരൊഴികെ? 1 ഒഴികെ. കൺസിഡർ ദി ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x - 2 / x - 3. റെഡി? ഈസ് എഫ് 1 ആണോ ചെക്ക് ചെയ്യണം, ഓൺ ടു ആണോ ചെക്ക് ചെയ്യണം, ജസ്റ്റിഫൈ ചെയ്യണം, വിശദീകരിക്കണം. ഈസ് ഇൻവേർട്ടിബിൾ ആണോ എന്ന് പറയണം. വൈ? ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ട്ടാ. ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത്തിനുള്ള ഉത്തരമായി. റെഡി? യെസ്. മക്കളെ 1 ആണെന്ന് എങ്ങനെ തെളിയിക്കുക? എഫ് ഓഫ് x1 ഉം എഫ് ഓഫ് x2 ഈക്വൽ ആണെങ്കിൽ x1 = x2 അതല്ലേ ചെക്ക് ചെയ്യണ്ടേ? ഇവിടെ നോക്കടാ എഫ് ഓഫ് x1 = എഫ് ഓഫ് x2. റെഡി? എഫ് ഓഫ് x1 എന്ത് വരും? x1 - 2 ഡിവൈഡഡ് ബൈ x1 - 3. എഫ് ഓഫ് x2 എന്ത് വരടാ? x2 - 2 ഡിവൈഡഡ് ബൈ x2 - 3. റെഡി? ഒന്നുമില്ല. എക്സിന് പകരം x1 കൊടുക്കുന്നു, എക്സിന് പകരം x2 കൊടുക്കുന്നു. പരിപാടി കഴിഞ്ഞു ട്ടാ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണേ. x1 - 2 ഇൻറ്റു x2 - 3 ഈക്വൽസ് x2 - 2 ഇൻറ്റു x1 - 3. ഓക്കെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തോ. എങ്ങനെ ഇൻറ്റു ചെയ്യണ്ടേ? x1 × x2 x1 x2 x1 × -3 -3 x1 -2 × x2 -2 x2 -2 × -3 +6. റെഡിയാ? RHSലേക്ക് വാ. x2 × x1 x2 x1 x2 × -3 -3 x2 -2 × x1 -2 x1 അഗെയിൻ -2 × -3 മക്കളെ +6. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരുപോലെ ഇക്വേഷന്റെ രണ്ട് സൈഡും ഒരുപോലെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കത് വെട്ടിക്കളയാം കേട്ടോ. കാരണം ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് മൈനസ് ആയിട്ട് വരിക. ഓക്കെ 0 ആയി പോവേ. നോക്കടാ x1 x2 ഉം x2 ഉം x1 രണ്ടും സെയിം അല്ലേ? കട്ട്. 6 + 6 രണ്ടും സെയിം അല്ലേ? കട്ട്. ഇപ്പൊ എന്ത് കിട്ടി മക്കളെ? -3x1 -2x2 = -3x2 -2x1. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഗ്രൂപ്പ് ചെയ്യാം. x1ന്റെ ടേംസ് ഒക്കെ ഒരു ഭാഗത്ത് വെക്കുക, x2ന്റെ ടേംസ് അടുത്ത സൈഡിലേക്ക് എടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ -3x1 -2x1 ഇങ്ങോട്ട് വന്നാൽ +2x1 ഈക്വൽസ് -3x2 ഓൾറെഡി അവിടെ ഉണ്ട്. -2x2 ഇങ്ങോട്ട് വന്നാൽ +2x2 അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -3x1 + 2x1 ചെയ്താൽ മക്കളെ -x1. ഇവിടെ -3x2 + 2x2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -x2. മൈനസ് കട്ട് ചെയ്യാലോ. x1 = x2. ക്ലിയർ? x1 = x2. എടാ x1 ഉം x2 ഉം ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താ? ഫംഗ്ഷൻ 1 ആണ്. റെഡി? ആ ഫംഗ്ഷൻ 1 ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? x1 = x2ലേക്ക് ലാസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കണം കേട്ടോ. x1 = x2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം f of x is 1 f of x is 1. ക്ലിയർ? ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് പോവാം? ഓൺ ടു ചെക്ക് ചെയ്യാൻ പോവാം. എന്നാലേ നമുക്ക് ലാസ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. യെസ്, ശ്രദ്ധിക്കാം. യെസ്, ഓൺ ടു ചെക്ക് ചെയ്യുന്ന വിധം
നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും ഒരേ മെത്തേഡ് തന്നെ കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്കറിയാം x-2/x-3. ഒന്ന് ആലോചിച്ചേ, നമ്മൾ എങ്ങനെയാണ് ഓൺ ടു നമ്മൾ എൻകൗണ്ടർ ചെയ്തേ? എഫ് ഓഫ് എക്സ് തന്നെയാണ് y അല്ലേ? എഫ് ഓഫ് എക്സിനെ മാറ്റി എന്ത് കൊടുക്കണം? y കൊടുക്കണം. കറക്റ്റ്. y ഈസ് ഈക്വൽ ടു പറഞ്ഞോ x-2/x-3. ക്ലിയർ? ഇപ്പോൾ y ഈസ് ഈക്വൽ ടു എന്നാണ് നമ്മുടെ ഇക്വേഷൻ കയ്യിലുള്ളത് അല്ലേ? ഓൺ ടു ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ y ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനെ മാറ്റി ഏത് രൂപത്തിലേക്ക് മാറ്റണം? x ഈക്വൽ ടു എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം. റെഡി? ഇപ്പൊ എങ്ങനെ മാറ്റും? ഇവിടെ നോക്കിയേ, y ഇൻറ്റു x-3 ഇതാ ഇങ്ങോട്ടേക്ക് എടുത്തു. y ഇൻറ്റു x-3 ഈസ് ഈക്വൽ ടു ഇവിടെ x-2. ക്ലിയർ? ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്തേ. y(x-3y) ഈസ് ഈക്വൽ ടു x-2. നമുക്ക് എക്സ് അല്ലേ കിട്ടണ്ടേ? എക്സ് രണ്ട് ഭാഗത്തേക്ക് ചെതറി കിടക്കല്ലേ? LHSലും എക്സ് ഉണ്ട്, RHSലും എക്സ് ഉണ്ട് അല്ലേ? എക്സിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവരെ കൂട്ടാൻ പറ്റുള്ളൂ അല്ലേ? ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി? അപ്പൊ നോക്കിക്കടാ, yx ആ പ്ലസ് എക്സിന് ഇങ്ങോട്ടേക്ക് എടുത്തേ -x. റെഡി? -3y ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലോ മക്കളെ? +3y-2. കണ്ടോ, എക്സിന്റെ ടേം ഒക്കെ ഒരു ഭാഗത്തായില്ലേ? ഇനി നമുക്ക് എക്സിനെ ഈസി ആയിട്ട് ഗ്രൂപ്പ് ചെയ്തൂടെ? അത് നോക്കിക്കോ, എക്സിനെ പുറത്തെടുത്തേ y-1 ഈസ് ഈക്വൽ ടു 3y-2. നമുക്ക് എക്സ് ഈക്വൽ ടു, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി മക്കളെ? നോക്കടാ, 3y-2 ഡിവൈഡഡ് ബൈ, കാരണം അവിടെ x ഇൻറ്റു y-1 അല്ലേ? x ഇൻറ്റു y-1 അല്ലേ? അപ്പൊ y-1 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ മക്കളെ y-1 അവിടെ വരും, ഡിനോമിനേറ്ററിൽ കേട്ടോ. അപ്പൊ എന്ത് കിട്ടി? x ഈസ് ഈക്വൽ ടു 3y-2 ഡിവൈഡഡ് ബൈ y-1. റെഡി? ഇങ്ങനെ ഫ്രാക്ഷൻസ് ആയിട്ടാണുള്ളതെങ്കിൽ അല്ലേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എവിടെയാ? ഡിനോമിനേറ്ററിലാ. അറിയാലോ, ഡിനോമിനേറ്റർ ഒരു കാരണവശാലും എന്താവരുത്? 0 ആവരുത്. ഡിനോമിനേറ്റർ ഒരു കാരണവശാലും എന്താവരുത് മക്കളെ? 0 ആവരുത്. എടാ നോക്കടാ, y-1 അല്ലേ ഡിനോമിനേറ്ററിൽ? y-1 എപ്പോഴാ 0 ആവാ? വൈക്ക് ഞാൻ ഏത് സംഖ്യ കൊടുത്താലാ 0 ആവാ? 1 അല്ലേ? വൈക്ക് ഞാൻ 1 കൊടുത്തത് ജസ്റ്റ് വെറുതെ കൊടുത്തു നോക്കണേ. 1-1 0 വേണ്ട. റെഡി? ഡിനോമിനേറ്റർ എന്തായി പോവും? 0. അപ്പോ വൈക്ക് ഞാൻ 1 കൊടുത്താൽ പ്രശ്നമാണ് അല്ലേ? അപ്പൊ വൈക്ക് 1 കൊടുക്കരുത്. റെഡി? ഇനി ഈ ഫംഗ്ഷൻ എങ്ങനെ ഓൺ ടു ആണ് ചെക്ക് ചെയ്യണ്ടേ? രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലിമെന്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ സെറ്റ് ആരാ? സെറ്റ് ബി ആരാ? R-സെറ്റ് 1 അല്ലേ? രണ്ടാമത്തെ സെറ്റ്, ഇത് ഫസ്റ്റ് സെറ്റ് എ, രണ്ടാമത്തെ സെറ്റ് ബി. R-സെറ്റ് 1 എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്, എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. ആരെ മാത്രം വിളിച്ചിട്ടില്ല? 1നെ മാത്രം വിളിച്ചിട്ടില്ല കേട്ടോ. 1 മാത്രം അവിടെ ഇല്ല. എല്ലാ റിയൽ നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, 0 ഉണ്ട് അല്ലേ, 1.1 ഉണ്ട്, 1.2 ഉണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട്, 1 lakh ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആര് മാത്രമില്ല മക്കളെ? 1 മാത്രമില്ല. എന്താ കൂട്ടാത്ത? 1നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 1-1 0 ആവും, ഡിനോമിനേറ്റർ 0 അല്ലേ? അതുകൊണ്ടാണ് കൂട്ടാത്തത്. റെഡി? അപ്പോ 1 ഒഴികെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സാണ് സെറ്റ് ബിയിലുള്ളത്. അതിൽ ഏത് നമ്പർ കൊടുത്താലും നമുക്ക് എക്സിന് വാല്യൂ കിട്ടില്ലേ? എടാ 0 കൊടുത്തേ, 3 × y 0, 0-2 -2. താഴെ ഡിനോമിനേറ്ററിൽ 0-1 -1, -2 -1 2 വാല്യൂ ഉണ്ട്. -1 കൊടുത്തു നോക്കടാ, 3 × y, 3 × -1 -3 -2 -5 വരും. താഴെ -1 -1 -2 വരും, -5 -2 5/2 2.5 വാല്യൂ ഉണ്ട്. ഓക്കെ? അപ്പോൾ 1 ഒഴികെയുള്ള ഏത് നമ്പർ കൊടുത്താലും മക്കളെ നമുക്ക് എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ 1നെ ഒഴിവാക്കിയത്. ഓക്കെ? അപ്പൊ സെറ്റ് ബിയിലെ എല്ലാ എലമെന്റുകൾക്കും സെറ്റ് എയിൽ ഒരു എക്സ് എലമെന്റ് ഉണ്ട്. ഓക്കെ? ദാറ്റ് മീൻസ് ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ്. ക്ലിയർ? 1-1 ഓൺ ടൂമാണ്. റെഡി? ഈസ് ഇറ്റ് ഇൻവെർട്ടിബിൾ എന്ന ചോദ്യം അല്ലേ? 1-1 ഓൺ ടു ആണെങ്കിൽ ഈസ് ഇറ്റ് ഇൻവെർട്ടിബിൾ എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ. റെഡി? എന്താ റീസൺ? എടാ 1-1 ഓൺ ടു ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഇൻവെർട്ടിബിൾ ആണ്. കഴിഞ്ഞു കേട്ടാ, 1 മാർക്ക്. ബാക്കി 1-1 ഓൺ ടു ചെക്ക് ചെയ്യുന്ന 2 മാർക്ക്, കുറച്ച് കുറവാണ്, എന്നാലും എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കണം. റെഡി? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെക്കണം. ടെക്സ്റ്റ് ബുക്കിലും ഇതിന്റെ പല വെറൈറ്റീസ് സാധനങ്ങളുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ശ്രദ്ധിക്കാം. എഫ് ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം, ഫസ്റ്റ് പാർട്ടാണ് വായിക്കുന്നത്, 1 2 3 4 to 15. 1 2 3 4 to 15. ഡസ് ദി ഫംഗ്ഷൻ എഫ് ഇൻവെർട്ടിബിൾ എന്നാണ് ചോദ്യം. ഇവിടെ നോക്കിയേ, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ അതിനെ ഫംഗ്ഷനെ ഒന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതാ നമ്മുടെ ഫംഗ്ഷൻ. റെഡി? 1 2 3 4. സെറ്റ് ബിയിൽ ആര് മാത്രമേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ. റെഡി? നോക്കടാ, ഫസ്റ്റ് ഓർഡർ പേര് എന്താ? 1,5. 1ന്റെ ഇമേജ് ആരാ? 5. രണ്ടാമത്തെ ഓർഡർ പേര് എന്താ? 2,5. 2ന്റെ ഇമേജ് 5.
3,5 4,5 വേഗം വിട്ടോ. എന്താ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ? അല്ല, ഒരു കാരണവശാലല്ല. എടാ ഇത് 1 1 ഫംഗ്ഷൻ അല്ല അല്ലേ? സെറ്റ് എയിലെ എല്ലാ എലിമെന്റുകൾക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് വേണ്ടേ മക്കളെ? ഇവിടെ എല്ലാവരുടെയും ഇമേജ് ആർക്കാ? 5ലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പൊ ഫംഗ്ഷൻ 1 1 അല്ല. 1 1 അല്ലാത്ത ഫംഗ്ഷൻ ഒരു കാരണവശാൽ എന്തായിരിക്കില്ല? ഇൻവേർട്ടിബിൾ ആയിരിക്കില്ല. അപ്പൊ ഡസ് ദി ഫംഗ്ഷൻ എഫ് ഇൻവേർട്ടിബിൾ എന്ന് ചോദിച്ചാൽ നോ, ബിഗ് നോ ട്ടോ, ഇൻവേർട്ടിബിൾ അല്ല. റെഡി? യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അഗെയിൻ ജി കോമ്പോസിറ്റ് എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, അവിടെ സെറ്റ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എ ഇസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 7/5 7/5 ഇല്ല. ബി ഇസ് ഈക്വൽ ടു ആർ മൈനസ് 3/5 3/5 ഇല്ല. ഓക്കെ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ജി ഓഫ് ഐ തന്നിട്ടുണ്ട്. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്, ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എന്താ? ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ്. റെഡി മക്കളെ? ശ്രദ്ധിക്കുക, ജി ഓഫ് എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കുറച്ച് വലിയ ആളാട്ടോ. 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7. 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7. ഇതാണ് എഫ് ഓഫ് എക്സ്. റെഡി? അപ്പോ ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സിന് പറഞ്ഞാൽ എന്ത് കൊടുത്തു? 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7. ശ്രദ്ധിക്കുക, നമുക്ക് ജി ഓഫ് വൈ തന്നിട്ടുണ്ട് കേട്ടാ. ജി ഓഫ് ഐ ആരാ? സോറി, ജി ഓഫ് ഐ ആരാ? 7y + 4 ഡിവൈഡഡ് ബൈ 7y + 4 ഡിവൈഡഡ് ബൈ 5y - 3 അല്ലേ? ജി ഓഫ് വൈ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 7y + 4 ഡിവൈഡഡ് ബൈ 5y - 3. ഇതാണ് ജി ഓഫ് വൈ. ജി ഓഫ് വൈ വരുമ്പോഴാ കേട്ടോ നമുക്ക് ജി ഓഫ് വൈ അല്ല കണ്ടുപിടിക്കേണ്ടത്, ജി ഓഫ് ഈ വലിയ ആളെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ജി ഓഫ് 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? സി, ജി ഓഫ് വൈന്റെ ഇക്വേഷൻ അറിയാലോ, 7y + 4 ബൈ 5y - 3. വൈ വരുമ്പോഴുള്ള ഇക്വേഷൻ അറിയാം. ഇവിടെ വൈ ഇരിക്കേണ്ട സ്ഥലത്ത് വേറെ ആര് വന്നു? 3x + 4 5x - 1 കയറി വരുന്നത് അല്ലേ? അപ്പോൾ വൈക്ക് പകരം ഇയാളെ എങ്ങനെ റീപ്ലേസ് ചെയ്യുക? അവിടെ നോക്കടാ, 7 ഇൻറ്റു വൈ കാണുന്നുണ്ടോ? വൈക്ക് പകരം ആരെ കൊടുക്കുക? 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7. ഓക്കെ, പ്ലസ് 4 ഡിവൈഡഡ് ബൈ താഴെ 5 ഇൻറ്റു 3x + 4 ഡിവൈഡഡ് ബൈ 5x - -3. റെഡിയാണോ? ആ വൈയെ റീപ്ലേസ് ചെയ്ത് വൈക്ക് പകരം ആരെ കൊടുക്കുക? 3x + 4 ഡിവൈഡഡ് ബൈ 5x - 7 കൊടുക്കുക കേട്ടോ. എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ നോക്കിയേ, 7 ഇൻറ്റു 7 ഇൻറ്റു 3x + 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണേ. 4 ഇൻറ്റു 5x - 7 ഹോൾ ഡിവൈഡഡ് ബൈ ആര് വരും? 5x - 7. ഓക്കെ, യെസ്. താഴെ ഡിനോമിനേറ്ററിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 5 ഇൻറ്റു 3x + 4 മൈനസ് 3 ഇൻറ്റു 5x - 7 ഹോൾ ഡിവൈഡഡ് ബൈ 5x - 7. 5x - 7 രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ആണ്, കട്ട് ചെയ്ത് കളയാം. റെഡി? അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്കൊരു ടേംസ് ഉണ്ട്, കുറച്ച് ടേംസ് ഉണ്ട്. ഡിനോമിനേറ്ററിലും കുറച്ച് ടേംസ് ഉണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഭാഗം നൈസായിട്ട് മായ്ക്കുന്നുണ്ട്. യെസ് ശ്രദ്ധിക്കാം. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. 7 ഇൻറ്റു 3x എന്ത് കിട്ടും? 21x പ്ലസ് 7 ഇൻറ്റു 4 28 പ്ലസ് 4 ഇൻറ്റു 5x എന്ത് കിട്ടും? 20x. 4 ഇൻറ്റു -7 -28 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3x മക്കളെ 15x ഡിനോമിനേറ്റർ ആണ്. 5 ഇൻറ്റു 4 പ്ലസ് 20 -3 ഇൻറ്റു 5x -15x -3 ഇൻറ്റു -7 എത്ര വരും മക്കളെ? -3 ഇൻറ്റു -7 പ്ലസ് 21. റെഡി? യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. 28ഉം -28ഉം കട്ട് ചെയ്ത് കളയാം കേട്ടോ. 21xും 20xും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 41x. ഡിനോമിനേറ്ററിലോ 15xും -15xും കട്ട് ചെയ്താൽ 20 + 21 ചെയ്താൽ മക്കളെ നമുക്കവിടെ 41 കിട്ടും. 41 കട്ട് ചെയ്താൽ ആൻസർ എന്ത് കിട്ടി? എക്സ് എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സിന് ആൻസർ എന്താ? എക്സ്. റെഡി? ഒന്നുമില്ല, നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ചെയ്തിരുന്നു. അതേപോലെ ഇവിടെ കുറച്ച് വലിയ ആൾ വന്നു, ആ ഒരു പേടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, യെസ്, എക്സ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക കേട്ടോ. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? എക്സ് എന്ന് കിട്ടും.